ശങ്കരാചാര്യ കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്ദം ച കല്യാണം ആനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ഏതുവരെ എടുത്ത് അതുവരെ പറഞ്ഞു. അത് അരിവാൾ രോഗത്തിനും നല്ലതാണെന്ന് പറഞ്ഞില്ല. പ്ലാസ്റ്റിൻ തൊലി കഷായം വെച്ച് കഴിച്ചാൽ ആർത്തവമുണ്ടാവും. ഇത് വളരെ ഫലപ്രദമാണ്. പ്ലാശിൻ്റെ പൂവ് കുത്തിപ്പിഴിഞ്ഞ നീര് ആർത്തവ സമയത്ത് കഴിച്ചാൽ ഗർഭനിരോധത്തിന് പറ്റും. പഴയ ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ് പ്ലാശിൻ്റെ പൂവ്. ചുവന്ന പൂവാണ്. അത് കുത്തിപ്പിഴിഞ്ഞ നീര് ആർത്തവ സമയത്ത് കഴിച്ചാൽ ഗർഭനിരോധനമായി ഉപയോഗിക്കും. പലാശത്തിൻ്റെ ഭസ്മം എള്ളെണ്ണയിൽ ചേർത്ത് കഴിച്ചാൽ ഗുന്മം, ശൂല, നീര് ഇത് മൂന്നും പോകും. പലാശഭസിതം തൈലം വന്നീ നീരുമൗവണ്ണമേ ഗുന്മശൂല വിനാശായ പായേതതിശോഭനം എന്നാണ് അതിന് പറയുക. ചുട്ട് ഭസ്മം എടുക്കാം. കലത്തിനകത്ത് ഇട്ട് ശീലമൺ ചെയ്ത് തീ കത്തിച്ചാണ്. അങ്ങനെയാണ് ഭസ്മം എടുക്കുന്നത്, അന്തർധൂമമായിട്ട്. പ്ലാസ്റ്റിൻ തൊലി കത്തിച്ചുണ്ടാക്കിയ ക്ഷാരം എള്ളെണ്ണ ചേർത്ത് സേവിച്ചാൽ ഗുന്മവും പോവും. രക്തഗുന്മന് വളരെ ഫലപ്രദമാണ്. മുന്നാഴി വെള്ളത്തിൽ 61.25 ഗ്രാം പ്ലാശിൻ വേരിട്ട് തിളപ്പിച്ച് മൂഴക്കാക്കി തേങ്ങാപ്പാലും ചേർത്ത്, ഉഴക്ക് തേങ്ങാപ്പാലും ചേർത്ത് ദിവസേന കഴിച്ചാൽ മൂഴക്ക് വേരിട്ട് മൂഴക്കാക്കി ഉഴക്ക് തേങ്ങാപ്പാലും ചേർത്ത് അതിലൊരു 15 തുള്ളി ആവണക്കെണ്ണ, ശുദ്ധമായ ആവണക്കെണ്ണയും ചേർത്ത് 3 നാൾ കഴിച്ചാൽ എത്ര കടുത്ത ഉദരശൂലയും പോകും. വയറുവേദനയ്ക്ക് ഏറ്റവും നല്ല ഔഷധമാണ്. 61.25 ഗ്രാം പ്ലാസ്റ്റിൻ വേര് ചതച്ച് 3 നാഴി വെള്ളത്തിൽ ചേർത്ത് വറ്റിച്ച് നാഴിയാക്കുക.
അതിൽ നാഴി തേങ്ങാപ്പാൽ ചേർത്ത് വറ്റിച്ച് ഉഴക്കാക്കുക. നേരെ പകുതി. അതിലൊരു 15 തുള്ളി ആവണക്കെണ്ണ ചേർത്ത് കഴിച്ചാൽ ഏറ്റവും ഫലപ്രദമാണ്. പൂവാൻകുറുന്തില വേര്, മുയൽച്ചെവിയൻ, പ്ലാശിൻ തോല്, കടലാടി വേര്, വിഷ്ണുക്രാന്തി വേര്, വിഷ്ണുക്രാന്തി സമൂലം എടുത്തു, ഉണങ്ങി പൊടിച്ചു വെച്ച് അത് ചാണകം ചുട്ട ഭസ്മം ചേർത്ത് പുരട്ടിയാൽ, ദേഹത്ത് പുരട്ടിയാൽ വിഷമജ്വരം മാറും. ചില ആചാര്യന്മാർ അതിൽ പൂവരശും കൂടെ ചേർക്കാൻ പറയുന്നുണ്ട്. പൂവരശിൻ്റെ തോലൂടെ ചേർക്കാൻ പറയുന്നുണ്ട് ഇപ്പം പറഞ്ഞത്. എന്നാൽ ചില ആചാര്യന്മാരാകട്ടെ ഇവ ചേർത്ത് ഭസ്മമാക്കി പുരട്ടാനാണ് പറയുന്നത്. ഭസ്മത്തിൽ ഇവ പൊടിച്ച് ചേർത്ത് പുരട്ടുന്നതിന് പകരം ഇവയെല്ലാം കൂടി ഉണങ്ങി അന്തർധൂമമായി ഭസ്മമാക്കി അത് പുരട്ടാനാണ് ചിലർ പറയുന്നത്. ഇതെല്ലാം ഫലപ്രദമാണ്. 3 യോഗങ്ങളായി എഴുതി നോക്കും. എല്ലാം തുല്യമായി എടുത്താൽ ഈക്വലായിട്ട്. പനയുടെ കുല, പന, ഈറൻ പനയുടെ കുല, ഇതിൻ്റെ പുഷ്പവൃന്ദം എന്നാണ് പറയുക. പൂത്തിങ്ങനെ കൊല തൂങ്ങി കിടക്കുന്നത് കണ്ടിട്ടുണ്ടാവും പനംകൊല. ഈറൻ പന എന്ന് പറയുന്നത് ആനയ്ക്ക് കൊടുക്കുന്നതാണ്, ആനപ്പന. ചൂണ്ടപ്പന എന്ന് പറയുന്നത്, കാരണം അതിൻ്റെ കൈയാണ് ചൂണ്ടയ്ക്ക് ഉപയോഗിക്കുന്നത്. ആ പനയുടെ പുഷ്പവൃന്ദം, പൂങ്കുല, പ്ലാശ്, കള്ളി, കടലാടി, കള്ളിപ്പാലയുടെ ഇല, കടലാടി സമൂലം, ഏത് കടലാടി ചെറുത്, പുളിന്തൊലി, എല്ലാം കൂടി ഉണങ്ങി ചുട്ടെടുത്ത ഭസ്മം. കുമിഴിൻ വേര്, കൂവളവേര്, പയ്യാനവേര്, പാതിരിവേര്, മുഞ്ഞവേര്, ബൃഹത് പഞ്ചമൂലം എന്ന് പറയും, അല്ലെങ്കിൽ മഹത് പഞ്ചമൂലം എന്ന് പറയും. അതിൻ്റെ കഷായത്തിൽ ചേർത്ത് കഴിച്ചാൽ എല്ലാ ശൂലയും പോകും. വേദനകളെല്ലാം.
കഷായം, കഷായത്തിൽ ഈ ഭസ്മം ചേർത്ത് കഴിക്കുക. ഭസ്മം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇത് കടുത്ത വേദന വരുമ്പോൾ ഏത് വേദനയ്ക്കായാലും ഇത് കൊടുത്താൽ മതി, അന്നേരമാണ്. കുമിഴ്, കൂവളം, പയ്യാന, പാതിരി, മുഞ്ഞ, മഹത് പഞ്ചമൂലം അല്ലെങ്കിൽ ബൃഹത് പഞ്ചമൂലം എന്നൊക്കെ പറയും. വ്രണങ്ങൾ വന്ന് ഉണങ്ങാതിരിക്കുമ്പോൾ ബാർലിയും പ്ലാശിൻ്റെ കറയും, പ്ലാശിൻ്റെ തൊലിയും, തൊലി മതി, കറ വേണ്ട, തൊലി മതി. പ്ലാശിൻ്റെ തൊലിയും ബാർലിയും, കറയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്, അരച്ചു പുരട്ടിയാൽ ഉണങ്ങും. പ്ലാശിൻ്റെ തൊലി അല്ലെങ്കിൽ കറ, ബാർലി ചേർത്തരയ്ക്കുക. ബാർലി എന്ന് പറയുമ്പോൾ ഓർക്കണം, ഇപ്പൊ കിട്ടുന്ന ബാർലി അല്ല. ഇപ്പോൾ വാങ്ങിക്കുന്ന ബാർലി കപ്പയാണ്. ഒറിജിനൽ ബാർലി ആയിരിക്കണം വാങ്ങുന്നത്. ഇപ്പൊ ബാർലി, അതുപോലെ തന്നെ സാബൂനരി, എന്താ പറയുക, ചവ്വരി, അതൊക്കെ ഇപ്പൊ കപ്പയാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ചവ്വരി പണ്ട് പനയെന്നാണ് എടുത്തിരുന്നത്. പനയെന്ന് എടുത്തിരുന്ന ചവ്വരി കെമിസ്ട്രികൾ വന്നപ്പോൾ സ്റ്റാർച്ച് തന്നെയാണ് എല്ലാം എന്നുള്ള മട്ടിലാണ് കപ്പയെന്ന് എടുക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് പഴയ ചവ്വരിയുടെ പായസമൊക്കെ കുടിച്ചിട്ടുള്ളവർക്കറിയാം, ഇപ്പോൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതുമായിട്ടൊരു ബന്ധവുമില്ല. കഴിച്ച് ശീലിച്ചവർക്കേ അറിയാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് ഇത് കണ്ടാലൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. കൂവപ്പൊടിയും സ്റ്റാർച്ചാണ്, കപ്പയും സ്റ്റാർച്ചാണ്, പനയും സ്റ്റാർച്ചാണ്. പിന്നെന്താ വ്യത്യാസം എന്നാണ് ചോദിക്കുക. അത് അവർ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല. അങ്ങനൊരു കാലമായി. ഇതെല്ലാം ഒന്നല്ലേന്നാണ് ചോദിക്കുന്നത്. ഒരുമാതിരി എല്ലാവരും വേദാന്തികളായി മാറിയിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ മതി. അതാണ് അതിൻ്റെ എളുപ്പവഴി. അങ്ങനൊരു കാലമായത്. പ്ലാശിൻ്റെ കറ, നല്ല അമുക്കുരം. ഞാൻ എടുത്തു പറയുന്നതിൻ്റെ കാരണം അമുക്കുരം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഡ്യൂപ്ലിക്കേറ്റ് അമുക്കുരത്തിലാണ് വരുന്നത്. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നിൽക്കുന്ന ഒരു ചെടി പറിച്ചാൽ അമുക്കുരത്തിൻ്റെ കിഴങ്ങ് പോലെ തന്നെ ഇരിക്കും. പക്ഷേ അതിന് അശ്വഗന്ധ എന്ന് പേരുള്ള ആ കുതിരമൂത്രത്തിൻ്റെ മണമില്ല. ഒറിജിനൽ അമുക്കുരം ഒടിച്ചിട്ട് മണത്താൽ കുതിരമൂത്രത്തിൻ്റെ മണമുണ്ട്. അതുകൊണ്ടാണ് അതിന് അശ്വഗന്ധ എന്ന് പേര് വന്നിരിക്കുന്നത്. മണമില്ലാത്ത വെറൈറ്റിയാണ് അങ്ങാടി കടകളിൽ ഇപ്പോൾ കിട്ടുന്നത് മിക്കവാറും. കാരണം എന്താ വെച്ചാൽ ചെന്ന് ബാർഗെയിൻ ചെയ്യും. അവരുടെ കുറ്റമല്ല. നല്ല അരി ഉണ്ടെന്ന് വെച്ച് വിൽക്കാമെന്ന് വെച്ചാൽ കടക്കാരനെ നിങ്ങൾ പൂട്ടിച്ച് കെട്ടിച്ച് വീട്ടിലാക്കും. പിന്നെ അവനെന്ത് ചെയ്യും? നല്ല 1-ാം നമ്പർ ചോറ് തരുന്ന ഹോട്ടലുകാരൻ ചോറ് തന്നുകൊണ്ടിരുന്നാൽ കോട്ടയത്ത് ആനന്ദമന്ദിരം ഗോപാലപിള്ള, തിരുവല്ല പത്മവിലാസം, മൂവാറ്റുപുഴ ത്രിവേണി, ഇവരൊക്കെ നല്ല 1-ാം തരം ചോറ് അവരുടെ വയലിൽ കൊയ്തെടുത്ത് കുത്തി നല്ല ഒരു പുഴുക്കൻ്റെ നല്ല
കാറ്റാടി നെല്ലിൻ്റെ അരിയിൽ ചോറുണ്ടാക്കി വിളമ്പി കൊടുത്തിരുന്നു. അപ്പോൾ അത്രയും പണിയെടുത്ത് സാധനം കൊണ്ടുതരുന്ന സമയത്ത് ബാക്കിയുള്ളിടത്തേക്കാൾ 2 രൂപ കൂടുതലുണ്ടാവും. അതാദ്യം അവനവൻ്റെ പാടത്തെ പച്ചക്കറിയൊക്കെ പറിച്ചു കൊണ്ടുവന്ന് ഭംഗിയായിട്ട് കൂട്ടാനുമൊക്കെ വെച്ച് നല്ല അസലായിട്ട് അവർ തന്നെ ഇരുന്ന് ആദ്യം ഉണ്ട് നോക്കി എല്ലാം സ്വാദൊത്തോ വല്ലോ അടുക്കി പിടിച്ചോ ഉണ്ടെങ്കിൽ എടുത്ത് പൊള്ളയെ കളയാൻ പറഞ്ഞ് നല്ല നീറ്റായിട്ട് കൊടുത്തു പോന്നിരുന്നു. ഇന്നങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവൻ കുത്തുവാള എടുക്കാൻ 3 ദിവസം മതിയാവും. കാരണം നിങ്ങളെല്ലാം ചമ്പും ചവിടും തിന്നുന്ന പാർട്ടികളാണ്. നിങ്ങൾ അവനെ 2 തെറിയും കൂടെ പറഞ്ഞിട്ട് പോലും ഒന്നാമത് നല്ല സാധനത്തിൻ്റെ സ്വാദറിയില്ല. അങ്ങനെയാണോ? നല്ല സാധനം ഒന്നിൻ്റെയും സ്വാദറിയില്ല. മായം അങ്ങേയറ്റം സ്വാദിഷ്ടമായി കഴിക്കും. ആ നല്ല കിഴക്കൻ മേഖലകളിൽ നല്ല പാളയംകൂടം വാഴ ഉണ്ടാവും. അതിന് പുള്ളിക്കുത്തുണ്ടാവും. അതിൻ്റെ തൊലിയേൽ പഴത്തിന് നല്ല മധുരം ഉണ്ടാവും. ആ നാട്ടുകാർ പാളയംകോട്ട് പൂവനെന്ന് പറയും. പറിച്ച് തിന്നുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. ഇത് യാതൊരു ഇതുമില്ലാതെ പച്ചവെള്ളം പോലെ പഴുത്ത് മഹാമോശമാകുന്ന പഴം തിന്ന് ശീലിച്ച് നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ അത് കേടാണ് തിന്നരുതെന്ന് പറയും. ശരിയല്ല. നല്ല മൂവാണ്ടം മാങ്ങ പഴുത്താൽ അതിൽ കറുത്ത കുത്തുണ്ടാവും. പുറമേ ആ പാട് കണ്ടാൽ അതങ്ങ് മാറ്റി വെക്കും. ശരിയല്ല. എന്നിട്ട് അലമ്പ് കുറഞ്ഞ മാങ്ങ മേടിച്ചുകൊണ്ട് പോകും. കാരണം നിങ്ങൾ വാനിറ്റി ബാഗും ഉപ്പൂറ്റി പൊങ്ങിയ ചെരുപ്പും ഒക്കെ ആയിട്ട് ഷോപ്പിങ്ങിന് കയറുകയാണ്. കുറഞ്ഞതും വാടിയതും അല്ലാതെ നല്ലത് തിന്നാനുള്ള യോഗമുണ്ടോ? അതിന് കാർന്നന്മാരുടെ കൂടെ ഒന്ന് പഠിക്കണം. പഴയ ആളുകളാണെങ്കിൽ മാങ്ങ എടുത്ത് നോക്കുമ്പോൾ അതിന് ഞെട്ട് കുഴിഞ്ഞിരിക്കും. മൂത്തതാണെങ്കിൽ ഞെട്ട് കുഴിഞ്ഞിട്ട് പഴുത്തതാണെങ്കിൽ മൂത്ത് പഴുത്തതാണ്. മനസ്സിലായില്ല. അതേതാണ്ട് കേടാണെന്ന് വിചാരിക്കും. അതങ്ങ് തള്ളി മാറ്റും. എന്നിട്ട് ഞെട്ട് ഉന്തിയത് മേടിച്ചുകൊണ്ട് പോകും. ഇതൊക്കെ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുമോ? പഠിപ്പിക്കുന്നവൻ അറിയാമോ? ഇതുമല്ലോ പറമ്പ് കണ്ടിട്ടില്ലാത്ത, പാടം കണ്ടിട്ടില്ലാത്ത, ഏതാണ്ട് കിക്കിരി ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ നിങ്ങളെ പഠിപ്പിച്ചു വിടാൻ ഇംഗ്ലീഷിൽ വന്ന പുസ്തകം നോക്കി വേണം പഠിപ്പിക്കാൻ. സായിപ്പ് മൂവാണ്ടം വാങ്ങേണ്ടോ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരാവുന്ന കാര്യങ്ങളാണ്. ഇതിനാകത്തുകയായി എനിക്ക് പറയാവുന്ന ഒന്നേ ഉള്ളൂ: കുടുംബത്തിൽ പിറകണം. ശരിയല്ല? അപ്പോഴിതൊക്കെ തിരിച്ചറിയും. അപ്പോൾ നല്ല സാധനങ്ങൾ കണ്ടാൽ ആദ്യം തിരിച്ചറിഞ്ഞിട്ടേ ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് ഏത് മരുന്നും കണ്ടാൽ തിരിച്ചറിയാൻ പഠിക്കണം. ഓർത്ത് വെച്ചോണം. എഴുതിയെടുക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ എഴുതണം അശ്വഗന്ധ. അതിന് കാരണം ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതണം. അതിന് കുതിരമൂത്രത്തിൻ്റെ മണമുണ്ട്. ഇനി കുതിരമൂത്രം വേറെ ഒഴിവിക്കണം. അങ്ങനെ എടുത്താലും മണം കിട്ടില്ല. ഈ സ്മെല്ല് ഒടിക്കുമ്പോൾ കിട്ടില്ല. ഇത് സാധാരണത്തിൽ അമുക്കുരം എന്ന് പറഞ്ഞ് വിൽക്കുന്നത് വലിയ ഡ്യൂപ്ലിക്കേറ്റാണ്. അത് മേടിച്ചുകൊണ്ട് കൊട്ടക്കണക്കിന് കഴിക്കും. എന്നിട്ട് കുട്ടി ഉണ്ടായില്ല എന്ന് പറഞ്ഞ് പരാതിയും കൊണ്ടുവരും. അമുക്കുരം ശരിയായ രീതിയിൽ കഴിച്ചാൽ ദൃശ്യമാണ്. അമുക്കുരം ക്യാൻസറിനെ ഇല്ലാതാക്കുന്നതാണ്. അമുക്കുരം ഒട്ടേറെ രോഗങ്ങളെ നിയന്ത്രിക്കുന്നതാണ്. അത് പ്ലാശിൻ്റെ കറ ചേർത്ത് കഴിച്ചാൽ ശുക്ലവർദ്ധകമാണ്. ഏറ്റവും ശുക്ലവർദ്ധകമായിട്ടുള്ള ഒന്നാണത്. പ്ലാശിൻ്റെ കറ, കുറുന്തോട്ടി വേര്, പാൽ കഷായം വെച്ച് അതിൽ ചേർത്ത് കഴിച്ചാൽ, കുറുന്തോട്ടിയുടെ വേര് പാൽ കഷായം വെക്കണം. കുറുന്തോട്ടി പലതുണ്ട്. അതിലേറ്റവും നല്ലത് പാൽ കുറുന്തോട്ടിയാണ്. പാൽ കുറുന്തോട്ടി ഈ ഏരിയയിലൊക്കെ ചരല് കലർന്ന പ്രദേശങ്ങളിലുണ്ട്.
നല്ല ചരല് കലർന്ന പ്രദേശങ്ങളിൽ പടർന്നു കിടക്കും, നിലം പറ്റി പടർന്നു കിടക്കും. നല്ല വെള്ള നിറം തണ്ടിനുണ്ടാവും. അതിനാണ് പാൽ കുറുന്തോട്ടി എന്ന് പറയുന്നത്. മറ്റത് നേരെ പൊങ്ങി നിൽക്കും. അത് വെള്ള കുറുന്തോട്ടിയും കറുത്ത കുറുന്തോട്ടിയും, ഒരു ഇളം ചുവപ്പ് കറുപ്പ് നിറത്തിലുള്ള കുറുന്തോട്ടിയും എന്ന് രണ്ട് വെറൈറ്റി വേറെയുണ്ട്. ആനക്കുറുന്തോട്ടിയൊക്കെ വേറെയുണ്ട്, അതായിന്ന് പറിച്ചുകൊണ്ടെന്ന് കടയിൽ കൊടുക്കുന്നത്. കുറുന്തോട്ടി പാൽ കഷായം കഴിക്കുമ്പോൾ ഉറക്കം വരുമെങ്കിൽ ആനക്കുറുന്തോട്ടിയാണെങ്കിൽ ഉറക്കം പോകും. വ്യത്യാസം ഇതാണ്. അപ്പോൾ അത് നല്ല പാൽ കുറുന്തോട്ടി പറിച്ചു കൊണ്ടുവന്ന് നല്ല പാൽ കഷായം വെച്ച് പ്ലാശിൻ്റെ കറ ചേർത്ത് കഴിച്ചാൽ, പ്ലാശിൻ കറ ചേർത്ത് കഴിച്ചാൽ നാഡീ തളർച്ച മാറിക്കിട്ടും. എല്ലാ നെർവുകളും ഉത്തേജിതങ്ങളാണ്. അതുകൊണ്ടിത് മോട്ടോർ ന്യൂറോൺ ഡിസീസിൽ ഫലപ്രദമായി കാണാറുണ്ട്. അതിൻ്റെ ലക്ഷണം കാണുമ്പോഴേ കൊടുത്താൽ ആ രോഗം വരില്ല, തടയാം. പ്ലാശിൻ കറയും പാൽ കുറുന്തോട്ടി പാൽ കഷായവും. പാർക്കിൻസോണിസത്തിനും കൊടുക്കാറുണ്ട്. പാർക്കിൻസോണിസം, കൊറിയ, ഡിസ്റ്റോണിയ, ടാർഡീവ് ഡിസ്കൈനേഷ്യ, ഇതിനെല്ലാത്തിനും കൊടുത്താൽ കുറച്ച് ഫലം കിട്ടും. വെള്ള പാൽ കുറുന്തോട്ടി എന്ന് പറഞ്ഞത് പൊങ്ങി നിൽക്കുന്ന വെളുപ്പുള്ളതുകൊണ്ട് അതിനേക്കാളും നല്ലതാണ്. കിട്ടിയില്ലേ മറ്റത് ഉപയോഗിക്കാം. ആവണക്കെണ്ണയിൽ പ്ലാശിൻ്റെ കറ ചേർത്ത് കഴിച്ചാൽ ദഹനക്കേട് മാറും. വിശപ്പ് കൂടുകയും ചെയ്യും. ഗ്രാമ്പൂ പൊടിച്ച് പ്ലാശിൻ്റെ കറ ചേർത്ത് കഴിച്ചാൽ, ഗ്രാമ്പൂ ചേർത്തിട്ട് കഴിച്ചാൽ വയറിളക്കം മാറും. അതിസാരം പെട്ടെന്ന് നിൽക്കും. പ്രതരത്തിന് പ്ലാശിൻ തോല് നല്ലതാണ്. പ്രതരം, രക്തപ്രതരം, ശ്വേതപ്രതരം എന്നൊക്കെയുണ്ട്. സ്ത്രീകളുടെ യോനിയിലൂടെ വെള്ള പോവുക, ചുവന്ന നിറത്തിൽ പോവുക, അങ്ങനെ വരുന്നതിനാണ് രക്തപ്രതരം, ശ്വേതപ്രതരം എന്നെല്ലാം പറയും. അതിന് പ്ലാശിൻ തോല് 60 ഗ്രാം 12 ഗ്ലാസ് വെള്ളത്തിൽ വെന്തോ 1.5 ഗ്ലാസ്സാക്കി പിഴിഞ്ഞരിച്ച് 1/2 ഗ്ലാസ് വീതം 3 നേരം കഴിച്ചാൽ ഇത് വളരെ വയലൻ്റായി പോകുന്ന തരത്തിലായാൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ടാവും. സർവിക്സിൽ സ്മിയറിന് ക്യാൻസറസ് സ്റ്റേജ് ഉണ്ടാവും. അങ്ങനെ വരുന്ന തലങ്ങളിൽ പ്ലാശിൻ തൊലി HPV അണുബാധയെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതാണ്. പ്ലാശിൻ തൊലിയുടെ കൂടെ ഈ അണുബാധയിൽ അതിൻ്റെ അമിനോ അമ്ലങ്ങളെ പുനർവിഭജനത്തിന് ഇടയാക്കാതെ കൊല്ലുന്ന ഒന്നാണ് പാച്ചോറ്റിത്തൊലി. തണുപ്പ് പ്രദേശങ്ങളിലാണ് പാച്ചോറ്റി വളരുന്നത്. കേരളത്തിൽ ഇടുക്കി ജില്ല പാച്ചോറ്റി ധാരാളമുള്ള ജില്ലയാണ്. ഇവിടെയൊക്കെ അപൂർവമായുണ്ട്. പാച്ചോറ്റി കുട്ടിക്കാനം മുതലായ സ്ഥലങ്ങളിലൊക്കെ കാട് പോലെ വളരുന്നുണ്ട്. പാച്ചോറ്റിയുടെ തൊലി, പ്ലാശിൻ്റെ തൊലി, അത്തി, ഇത്തി, അരയാൽ, പേരാൽ, കല്ലാൽ എന്നിവയുടെ തൊലി. അത്തി, ഇത്തി, അരയാൽ, പേരാൽ, കല്ലാൽ. ഇപ്പോൾ 7 എണ്ണമായി കാണും. ശരിയാണ്.
ഏഴെണ്ണായി. സപ്തവൽക്കം കഷായം എന്നാണ് അതിൻ്റെ പേര്, പഴയ പേര്. സപ്തവൽക്കം കഷായം, സപ്തവൽക്കാദി കഷായം എന്ന് ചിലർ പറയും. ആദിയില്ല, സപ്തവൽക്കം കഷായം. ആ കഷായം വെച്ച് കഴിക്കുകയും ആ കഷായം കൊണ്ട് തന്നെ യോനി കഴുകുകയും ചെയ്താൽ പൂർണ്ണമായി ഈ രോഗങ്ങൾ മാറും. സർവിക്സിൽ വരുന്ന ക്യാൻസറിന്, പ്രത്യേകിച്ചും HPV അണുബാധ കൊണ്ടുണ്ടാകുന്ന ക്യാൻസറിന് ഏറ്റവും ഫലപ്രദമാണ്. പഴയ കാലത്ത് വീട്ടിന് വെളിയിൽ പോയി താമസിക്കുക, മറ്റുള്ളവരുപയോഗിച്ച ശൗചാലയങ്ങൾ ഉപയോഗിക്കുക ഒക്കെ ചെയ്താൽ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ പ്രായം ചെന്ന അമ്മമാർ നിർബന്ധമായും ഇത് കുടിപ്പിക്കുകയും ശൗചം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ക്ഷാളനം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ശുചിത്വത്തിൽ അത്രയും പ്രാധാന്യം കൊടുത്ത കാലങ്ങളിൽ ഈ രോഗം തടയാൻ എളുപ്പമായിരുന്നു. ഇന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ഗ്രാമ്പൂ മേമ്പൊടി ചേർത്ത് കഴിക്കാറുണ്ട്. മേമ്പൊടിയൊന്നും ആവശ്യമില്ല, ഇല്ലാതെ തന്നെ മാറും. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു യോഗം കാണുമ്പോൾ ഗ്രാമ്പൂ മേമ്പൊടി ചേർത്ത് വൈദ്യന്മാർ കൊടുക്കാറുണ്ട്. പുളിങ്കുരുവിൻ്റെ തോട് കളഞ്ഞ് പൊടിച്ചതിനകത്ത് ചേർത്ത് കൊടുക്കാറുണ്ട്. ചില അമ്മമാർ ഈ കഷായത്തിനകത്ത് പുളിങ്കുരു തോട് കളഞ്ഞ് പൊടിച്ച് കഷായം ശർക്കര ചേർത്ത് വറ്റി വരുമ്പോൾ ആ പൊടിയിട്ടിളക്കി ലേഹ്യമുണ്ടാക്കി വെച്ച് കഴിക്കാറുണ്ട്. വളരെ ഫലപ്രദമാണ്. അങ്ങനെ ഒരുപാട് യോഗങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ. ഇന്നത്തെ ക്ലാസ് മുഴുവൻ പറയാൻ മാത്രം യോഗങ്ങൾ ഈ 7 തൊലിയുമായി ബന്ധപ്പെട്ട് ഈ രംഗത്ത്, പ്രത്യേകിച്ചും HPV അണുബാധ കൊണ്ടുണ്ടാകുന്ന ക്യാൻസറിനും ശോഷിപ്പിനും, സ്ത്രീകളുടെ ശരീരം ശോഷിച്ചാലും ഇത് നല്ലതാണ്. പുളിങ്കുരു ചേർന്ന്, പുളിങ്കുരു ചെല്ലുമ്പോൾ തടിക്കും. അത് ലേഹ്യമാക്കി വെച്ച് കൊടുക്കാറുണ്ട്. വളരെ ഫലപ്രദമായ ഒരു ഔഷധ പ്രയോഗ വിദ്യയാണ്. ചില ആളുകളത് നിലംപരണ്ട, നിലപ്പന ഇവയെ അരച്ചു ചേർത്താണ് ആ ലേഹ്യം ഉണ്ടാക്കുന്നത്. ചൂട് കൂടിയ ആളുകൾ ഈ സപ്തവൽക്കം കഷായം വെച്ച് നല്ല പശുവിൻ നെയ്യ് ചേർത്ത് അടുപ്പത്ത് വെച്ച് കൽക്കനായി നിലംപരണ്ടയും നിലപ്പനക്കിഴങ്ങും അരച്ച് കലക്കി ഘൃതം ചമച്ചു. അത് ഭൂമിതാലാദി കൃതം എന്ന് ചിലരും, ത്രിപാദ്യാദ്യം ഘൃതമെന്ന് ചില ആളുകളും, സപ്തവൽക്കാദിഘൃതം എന്ന് ചില ആളുകളും അവരുടെ യോഗങ്ങളായി പറയും. യോഗം ഇത് തന്നെയാണ്. ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ സർവിക്സ് സ്മിയർ മലിഗ്നൻ്റ് ആകുന്നു എന്ന് തോന്നിയാൽ ദുർഗന്ധമുണ്ടാവുക, സ്രാവമുണ്ടാവുക, മൂളലുണ്ടാവുക, ഇവയൊക്കെ വരുമ്പോൾ തന്നെ ഇത് കൊടുത്തേച്ച് കൊണ്ടുപോയി ചെക്ക് ചെയ്താൽ ആ രോഗം ഉണ്ടാവില്ല. ചെക്ക് ചെയ്തിട്ട് ഇത് കൊടുത്താലും മാറിയെന്നൊരു വിശ്വാസം വരികയില്ല, കീമോയും റേഡിയേഷനും ഒക്കെ ചെയ്തില്ലെങ്കിൽ. കാരണം ആധുനിക വൈദ്യശാസ്ത്രവുമായി യാതൊരു പ്രയോജനവും ഇല്ലാതിരിക്കുമ്പോൾ പോലും ഒരടിമത്വം നിങ്ങളിൽ വന്നിട്ടുണ്ട്. കുട്ടിക്കാലത്ത് കുടിച്ച അമേരിക്കൻ പാലിൻ്റെ മെച്ചമായിരിക്കണം നമുക്ക്. അതുകൊണ്ടുണ്ടായതാകാനാണ് സാധ്യത. കാരണം കുടിച്ചവരിലായി അടിമത്തം കാണുന്നു.
അങ്ങനല്ലേ? ഇല്ലേ? കുട്ടിക്കാലത്ത് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു തോന്നുന്നു, കയറിൻ്റെ. ഒരു പാൽപ്പൊടിയും ഒരു ഉപ്പുമാവും അല്ലേ? കേരളത്തിൻ്റെ ദാരിദ്ര്യം തീർക്കാനായിട്ട് കേരളത്തിൽ നിന്ന് കുത്തിക്കവർന്ന് കൊണ്ടുപോയ രാജ്യങ്ങൾ കേരളത്തിൻ്റെ ദാരിദ്ര്യം തീർക്കാൻ കേരളത്തിലെ കുട്ടികൾക്ക് പാലും ഉപ്പുമാവും. അതിൻ്റെ ഒരു അടിമത്വമാണ് നിങ്ങൾ ഇന്ന് പേറുന്നതെന്നാണ് തോന്നുന്നത്. ഓ ശരിയുണ്ടോ? അതൊരിക്കൽ കഴിച്ചാൽ പിന്നെ പിള്ളേർക്കും പിള്ളേരുടെ പിള്ളേർക്കും ഒക്കെ ഈ അടിമത്വം ഉണ്ടാവും. അതിൻ്റെ ആണെന്ന് തോന്നുന്നു. വിഷ്ണു ധർമ്മോത്തര പുരാണം 2:313 വേങ്ങ ദേവതാരം പ്ലാശ് താമര ഇവ ഉദ്യാനത്തിൽ ഒഴിവാക്കാൻ പാടില്ലെന്ന് എഴുതി കാണുന്നുണ്ട്. ഉദ്യാനം ഉണ്ടാക്കുമ്പോൾ ഇത്രയും സാധനം അതിൽ വേണമെന്നാണ്. അതുകൊണ്ട് അതിനെ ദേവോദ്യാനമെന്ന് വിളിക്കും. അതുകൊണ്ട് മംഗളകരമായ വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ പ്ലാശ് വളരെ പ്രധാനമാണ്. വരാഹമീരൻ ബൃഹത് സംഹിതയില് ദഗാർഗള വെള്ളം കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ പ്ലാശിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. യദി ഭവതി കർണികാരഃ സിതകുസുമ സ്യാത് പലാശവൃക്ഷോ വാ സവ്യേന തത്ര ഹസ്തദ്വയേ അംബു പുരുഷദ്വയേ ഭവതി. രണ്ടാൾ താഴ്ചയിൽ വെള്ളം കിട്ടുമെന്നാണ് പറയുന്നത്. കൊന്ന, പ്ലാശ് ഇവ വെള്ളപ്പൂക്കളോടുകൂടി കണ്ടാൽ അപൂർവമാണ്. വെള്ളപ്പൂവുള്ള കണിക്കൊന്ന, വെള്ളപ്പൂവുള്ള പ്ലാശും അപൂർവമാണ്. പ്ലാശിന് വെള്ളപ്പൂ ഉണ്ടാക്കുന്നതിന് പദ്ധതികളുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയാലും വെള്ളം സ്ഥിരം അവിടെ വരുമെന്നാണ് വൈപ്പ്. അങ്ങനെ കാണപ്പെട്ടാൽ 2 മുഴം ഇടത്തുവശത്ത്, മരത്തിൻ്റെ 2 മുഴം ഇടത്തുവശത്ത് രണ്ടാൾ താഴ്ചയിൽ വെള്ളം കിട്ടുമെന്നാണ് വരാഹമീരൻ ബൃഹത് സംഹിതയിൽ പറയുന്നത്. അത് വൃക്ഷായുർവേദം എന്ന ഗ്രന്ഥത്തിൽ ഒരുപാട് പദ്ധതികൾ. ഗന്ധമില്ലാത്ത പൂക്കൾക്ക് ഗന്ധമുണ്ടാക്കുന്ന പദ്ധതി, വള്ളിയായി വരുന്നതിനെ മരമാക്കുന്ന പദ്ധതി, അങ്ങനെ ഒരുപാട് പദ്ധതിയുണ്ട്. അത് വേറൊരിക്കൽ ക്ലാസ് എടുക്കാൻ മതി. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനങ്ങളാണ്. വൃക്ഷായുർവേദ ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട്. വരാഹമീരൻ, വിഷ്ണു ധർമ്മോത്തര പുരാണം, വിഷ്ണുഗുപ്തൻ, അതൊക്കെ പേര് കേട്ടെടുത്തിട്ടുണ്ട്. അവൻ്റെ പേര് മറന്നുപോയി. മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ക്ലാസ്. അവരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ വളരെ പ്രസിദ്ധങ്ങളാണ്. അത് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചാൽ നല്ല പുസ്തകങ്ങളാണ്. കൃഷിയിൽ എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിരുന്നു ഇന്ത്യക്കാർ എന്നറിയണമെങ്കിൽ പറമ്പിൽ വിതയ്ക്കുന്ന നെല്ലുകൾ, വയലിലെ വെള്ളത്തിൽ കുരുമുളക് കൃഷി,
കുരുമുളക് കൃഷി. എന്താ ബഡ് ചെയ്ത് പിടിപ്പിക്കുന്ന. ഇപ്പം അത് പരക്കെ അംഗീകരിച്ചിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുന്നൊരു കുരുമുളക് ചെടി പോലുള്ളൊരു വള്ളിയുണ്ട്, വെള്ളത്തിൽ വളരുന്ന ബ്രസീലിയൻ. ബ്രസീലിയൻ തിപ്പലിയുടെ അതങ്ങ് വെള്ളത്തിലോട്ട് നടും. നട്ടാൽ വേര് മുകളിലോട്ട് പോകുന്നു, തല മുകളിലോട്ട് പോകുമ്പോൾ കട്ട് ചെയ്ത് ബഡ് ചെയ്ത് വിട്ടാൽ, കുരുമുളക് ബഡ് ചെയ്ത് വിട്ടാൽ മരത്തെ കയറിക്കോളും. അടിയിൽ എത്ര വെള്ളം ഉണ്ടെങ്കിലും 1.5 ആൾ വെള്ളത്തിന് മുകളിൽ പോലും കയറി വരും. ചെതുപ്പിലൊക്കെ കയറി വരും. വെള്ളത്തിന് മുകളിൽ വെച്ച് കെട്ടിയിട്ട് വേണം ബഡ് ചെയ്യാൻ. അങ്ങനെയൊക്കെ ഒരുപാട് പണികളുണ്ട്. ഇതൊക്കെ പഴയ ആളുകളുടെ കയ്യിൽ നിന്ന് പോയ ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊക്കെ കൊണ്ടുവരാൻ കുറച്ച് പണിയാണ്. അതുകൊണ്ട് നമുക്ക് കൃഷി അറിയില്ലായിരുന്നു. സായിപ്പ് വന്നതിന് ശേഷമാണ് നമ്മൾ കപ്പ ചുട്ട് തിന്നാൻ തുടങ്ങിയത്. അതുവരെ നമ്മുടെ ആളുകൾ പട്ടിണി കിടന്ന് ചാവുകയായിരുന്നു. ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന മാന്യന്മാർ നമ്മുടെ ഇടയിൽ ഒരുപാടുണ്ട്. അവർ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ആകെ കഷ്ടപ്പെട്ടു പോയേനെ. അത് ഈ ഗ്രന്ഥങ്ങളൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ മൂഢവിശ്വാസങ്ങളൊക്കെ മാറിപ്പോയനെ. അന്ന് കിട്ടിയ ആദായമൊന്നും ഇന്ന് കൃഷിയിൽ നിന്ന് കിട്ടുകയില്ല. അതിന് കാരണം ആദാനകാലവും വിസർഗകാലവും ഒന്നും നോക്കിയല്ല ഇപ്പോൾ കൃഷി തോന്നുമ്പോഴാണ്. ഞാറ്റുതല അറിയില്ല. കൃഷി ഡിപ്പാർട്ട്മെൻറ്റിനുണ്ടോ ഞാറ്റുതല അറിഞ്ഞ് കൃഷി ചെയ്യാൻ അറിയില്ല. മാത്രമല്ല വടക്കേ ഇന്ത്യയും തെക്കേ ഇന്ത്യയും തമ്മിൽ കാലാവസ്ഥയിൽ ഒരുപാട് മാറ്റമുണ്ട്. വടക്കേ ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെൻറ് ബീഹാറിലെയോ ഒറീസയിലെയോ രീതി അനുസരിച്ച് കൃഷിമന്ത്രിയെയും ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചുകൂട്ടി തീരുമാനിക്കുമ്പോൾ കിട്ടുന്ന സബ്സിഡിയും സാധനവും കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ കാലാവസ്ഥ കഴിയും. പിന്നെ അവിടെ മേടിക്കുമ്പോൾ അതൊക്കെ നമ്മൾ മേടിച്ചില്ലെങ്കിൽ മോശമാണല്ലോ. അയൽവക്കംകാരൻ തേങ്ങ ഉടയ്ക്കുമ്പോൾ ചിരട്ടെങ്കിലും തല്ലിപ്പൊട്ടിക്കണ്ടേ. ഇങ്ങനൊരു പണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത കാലത്താണ്, ഒരു 10-15 കൊല്ലം മുമ്പ് കേരളത്തിൻ്റെ ഒരു മന്ത്രിയും 3-4 MP കൂടി വടക്കേണ്ടിയ ഒരു സമ്മേളനത്തിലിരിക്കുമ്പം ഗംഗയിലൊക്കെ ദിശ എറിയുന്നതിന് വേണ്ടി കല്ല് വെക്കുന്നു. മനസ്സിലായോ? കല്ല് നാട്ടുക അങ്ങനൊരു പ്രക്രിയ. ആളുകൾക്ക് പോകാനും വള്ളത്തിന് കൊണ്ടുപോകാനും ഒക്കെ. അപ്പോൾ നമ്മുടെ മന്ത്രിയും പറഞ്ഞു, കുറേ നമുക്കും വേണം കുമരകത്തേക്കുള്ള വഴി വെക്കാൻ. അത് മേടിച്ചുകൊണ്ട് വന്ന് കുമരകം മുതൽ മുഹമ്മ വരെ ഈ സാധനം അങ്ങ് താത്തി. അവിടെയൊക്കെ ഇത് മുകളിലേക്ക് പൊങ്ങിയിരിക്കും. മനസ്സിലായില്ല. ഇവിടെ വന്നപ്പോൾ ഇത് വെള്ളത്തിനടിയിലായി. ഒരു 10-30 ബോട്ടെങ്കിലും ഇടിച്ച് നാനാവിധമായി. കുറേ പേരെങ്കിലും മരിച്ചു. പിന്നെ വെച്ച സാധനം പറിക്കാൻ കോൺട്രാക്റ്റ് വേറെയായി. നാടോടുമ്പോൾ നടുവേ ഓടണമെന്നും വീടോടുമ്പോൾ മുറ്റേ ഓടണമെന്നും ആണല്ലോ പ്രമാണം. നമ്മളങ്ങനെ ഓടിത്തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോയെന്നറിയില്ല. പക്ഷെ കാര്യം ഇങ്ങനെയൊക്കെയാണ്. കേരളം എന്നും ഇന്ത്യയിലെ ഇതര ഭൂവിഭാഗങ്ങളോട് പോലും വ്യത്യാസപ്പെട്ടതാണ്. കാരണം ലോകത്ത് ഇങ്ങനെ വേറിട്ടൊരു കാലാവസ്ഥയുള്ള ഒരു ഭൂപ്രദേശം കൃത്യതയിൽ വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം മല, കടല്, അവിടെ വീട് വെക്കുമ്പോൾ പോലും സർവ്വസാധാരണമായി വെക്കുന്ന വീട് പോലെ വെക്കാൻ പറ്റുന്നില്ല. കാരണം തമിഴ്നാട്ടിലും മറ്റുള്ളതുമൊക്കെ വീട് വെക്കുമ്പോൾ അടുക്കള കിഴക്ക് തെക്കേ മൂലയിൽ വെക്കാം, അഗ്നികോണിൽ. കേരളത്തിൽ പറ്റില്ല.
അതൊക്കെ നോക്കി അതിൻ്റെ കൃത്യതയിൽ കേരളം ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നു എന്ന് അറിഞ്ഞുള്ള ഒരു രീതിവിധാനമാണ് കേരളം കൊണ്ടുപോയിരുന്നത്. ആ സമയത്താണ് വളരെ ശ്രദ്ധിച്ചാണ് ആദായമൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ദൈവാധീനത്തിന് ഇനി ആദായമൊന്നും ഉണ്ടാക്കേണ്ട, മുഴുവൻ സിമെൻറ്റ് കൃഷിയായി. ഇനി പറമ്പിലൊന്നും കൃഷി ചെയ്യണ്ട, ടെറസിന് മുകളിൽ ചാക്കിനകത്ത് ഇല്ലേ? ഞങ്ങളുടെ ടെറസിൽ കൃഷി ചെയ്യാം. സബ്സിഡിയൊക്കെ ഉണ്ടപ്പോൾ ആ മാങ്ങയൊക്കെ മുകളിൽ നിന്ന് പറിക്കാം. നല്ല കാര്യമാണ്. ഏതാ പിന്നൊന്നും ഉണ്ടാവില്ലേ? അത് ആ വയ്ക്കുമ്പോൾ ഉള്ള ലൈൻ നോക്കിയിട്ട് അതിൻ്റെ ഇടത്തും വലത്തും അങ്ങനെയാണ്. അത് കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഇടത്തുവശം നോക്കി, അങ്ങനെയാണ് ഇടതും വലതും തിരിഞ്ഞ്. സപലാശയത്ര ശമീ പശ്ചിമഭാഗേ അംബുമാനവൈ ഷഷ്ടിയ അർദ്ധധനരേഹി പ്രഥമം സവാലുക പീതമൃത് പരമതാ. പ്ലാശിൻ്റെ കൂടെ വഞ്ഞിമരം അരയാൾ താഴത്ത് ആദ്യം പാമ്പ്, അപ്പുറത്ത് ചരൽ കലർന്ന മഞ്ഞ മണ്ണ്. ഇത്രയും കണ്ടാൽ പടിഞ്ഞാറ് ഭാഗത്ത് 60 ആൾ താഴ്ചയിൽ വറ്റാത്ത വെള്ളമുണ്ടാകുമെന്ന് ബൃഹത് സംഹിതയിൽ വീണ്ടും വരാഹമിഹിരൻ പറയുന്നു. പ്ലാശും വഞ്ഞി അടുത്ത് നിന്നാൽ വഞ്ഞി ആറ്റുവഞ്ഞി വഞ്ഞി എന്ന് രണ്ടുണ്ട്. ഇതിൽ വഞ്ഞി തമിഴ്നാട്ടിലൊക്കെ കല്ല് പൊളിച്ചെടുക്കുന്ന ഒരു പണിയുണ്ട്, കണ്ടിട്ടുണ്ടാവും. ആ കല്ല് പൊളിച്ചെടുക്കുന്ന പഴയൊരു രീതിയാണ്. പ്ലാശിൻ്റെയും പുളിയുടെയും മുട്ടി കൊണ്ടുവന്നിട്ട്, മുട്ടി എന്ന് പറയും അതിൻ്റെ ഈ കമ്പ് വരുന്ന ഭാഗം, കണ്ടിട്ടുണ്ടാവും. മുട്ടി എന്ന് പറഞ്ഞാൽ കമ്പ് വരുമ്പോൾ പിരിവുണ്ടാവും. മുട്ടി കത്തിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ചൂട് കിട്ടുന്നത്. പുളിമുട്ടി കത്തിച്ചാൽ ചൂട് കൂടും. മുട്ടി കീറാൻ പറ്റില്ല, പ്ലാവിൻ്റെ മുട്ടി പോലും കീറാൻ പറ്റില്ല. ആ കവര വരുന്നത് അത് കീറണമെങ്കിൽ ചിലർ ആരോഗ്യമുള്ളവർ കീറും. എങ്ങനെയെന്ന് വെച്ചാൽ അടിച്ച് പൊട്ടിക്കും. അത് നല്ല വെയിറ്റുള്ള കോടാലി മഴുവാണെങ്കിൽ. ബുദ്ധിമാനാണെങ്കിൽ അതിൻ്റെ പിരിവ് നോക്കി വെട്ടി കീറും. ഈ 2 വഴിയേ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ മുട്ടിയെ പണിത് വീട്ടിലെ മടിയന്മാരായ മക്കളോട് കാരണന്മാർ പണ്ട് പറയുക, മുട്ടി ഒരെണ്ണം എടുത്തു കൊടുത്തേച്ച് അത് കീറി തീർത്തിട്ട് നീ എന്തു വേണേൽ കളിക്കാൻ പോക്കോളാം. അവസാനം കളി വേണ്ടെന്ന് നോക്കും. പഴയ കാലത്ത് കളിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ മുട്ടി ഉണ്ടാവും കീറാൻ, മറ്റുള്ളവർ കീറിയിട്ട് മാറ്റിയിട്ടിരിക്കുന്നതുണ്ടാവും. അതൊരെണ്ണം എടുത്തിട്ട് കൊടുത്തിട്ട് പറയും, നീ അത്ര കേമനം എടുക്കണമൊക്കെ ആണല്ലേ പാവം, കീറിക്കോ. എന്നിട്ട് കളിക്കോ, നീ എവിടെ പോയതോ അത് കീറി നിർത്തേച്ച് പോയാലോ, ഞാൻ വരുമ്പോൾ അത് കാണരുത്. ഇങ്ങനെയൊക്കെ പറയും. അത് കീറി കഴിയുമ്പോൾ അതുവരെ ഗണിതശാസ്ത്രവും മറ്റും അറിയാൻ മേലാത്തവന് ഗണിതശാസ്ത്രമൊക്കെ നന്നായി പഠിക്കാൻ അറിയാറാവും. അവൻ്റെ ബ്രെയിനിൻ്റെ വിഷ്വലൈസേഷൻ പവർ വർദ്ധിക്കും. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല.
കാരണം അവൻ അടിച്ചടിച്ച് മടുക്കുമ്പോൾ മാറിയിരുന്നത് നോക്കിക്കൊണ്ടിരിക്കും കുറേ നേരം, ഇതെങ്ങനെ പൊട്ടിക്കും. അപ്പോഴവൻ അതിൻ്റെ പിരിവ് മനസ്സിലാവും. ആ പിരിവ് നോക്കി പൊട്ടിക്കുമ്പോൾ അവന് കിട്ടുന്ന ഒരു ഏകാഗ്രത പിന്നീടുള്ള പഠിത്തത്തിലും ജീവിതത്തിലും എല്ലാം. പലരും ആലോചിക്കേണ്ട സ്വാമി എത്ര മുട്ടി കീറിയിട്ടുണ്ടാവോ, അത് വേണ്ട, അത് ഞാൻ കണ്ടു, ആ പണി വേണ്ട കേട്ടോ. ഉടനെ അടുത്തിരിക്കുന്ന ആളിനെ ഒരു തോണ്ട്, കാരണം ഒരുപാട് മുട്ടി കീറിച്ചിട്ടുണ്ടാവും, അത്രയും വേണ്ട. അപ്പൊ അതുകൊണ്ട് പുളിയുടെ മുട്ടിയും പ്ലാശിൻ്റെ മുട്ടിയും കല്ലിൽ തീയിടുമ്പോൾ കല്ല് പൊള്ളും. അങ്ങനെയാണ് പൊളിച്ചെടുക്കുന്നത്. ഇതിൻ്റെ അടുക്കിനനുസരിച്ച് പൊളിച്ചെടുക്കാൻ പറ്റും. അടുക്ക് പാറകൾ കൃത്യമായ അടുക്കിനകത്ത് പൊളിഞ്ഞു വരും. വെറും കമ്പി കൊണ്ട് തിക്കിയാൽ മതി. അതിനുപയോഗിക്കുന്ന പ്ലാശാണ്. അത് വെറുതെ തിക്കിയാൽ പോരാ, നല്ലോലെ പഴുത്തു വരുമ്പോൾ, നല്ലോലെ മുട്ടിയിട്ട് കത്തിച്ച് പഴുത്തു വരുമ്പോൾ അവർ ചെയ്യുന്നത് ഇതിന് തിക്കുന്നതിന് മുമ്പ് ചുണ്ണാമ്പ് വെള്ളം കുടയും. അപ്പോഴാണ് ഇത് പൊള്ളുന്നത്. ചിലർ കക്ക അതിൻ്റെ പൊക്കത്തിലേക്ക് ചെറുതായിട്ടങ്ങ് നീറ്റും. ആ സമയത്ത് നേരെ പൊള്ളും. പാളിയായി വലിയ പാളിയായിട്ട് കിട്ടും. നമ്മൾ മുകളിലൊക്കെ അടിക്കുകയൊക്കെ ആവുന്ന പാളികളായി കിട്ടും. ഈ ഓടി വെക്കുന്നതിന് പകരം തമിഴ്നാട്ടിലൊക്കെ വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടാവും. അതിത് ഈ പ്രോസസ്സാണ്. നമ്മുടെ നാട്ടിലും എടുക്കാവുന്നതാണ്. അടുക്കായിട്ട് ചിലതിന് കനം കൂടും, ചിലതിന് കനം കുറയും, സ്വാഭാവികമായി. അത് വരാഹമിഹിരൻ തന്നെ ബൃഹത് സംഹിതയിൽ പറഞ്ഞിട്ടുണ്ട്. ഭേദം യദാനൈതി ശിലാദാനി എന്ന് ഇങ്ങനെ ശ്ലോകത്തിൽ പലാശകഷ്ടൈ സഹദിന്ദുഗാനം പ്രജ്വാലയിത്വാനലമഗ്നിവർണ്ണ സുധാംബുസിക്ത പ്രവിഭാരമേതി എന്ന് വരാഹമിഹിരൻ പറഞ്ഞിട്ടുണ്ട്. 7 പ്ലാശുമരമോ കുറഞ്ഞത് ഒരെണ്ണമെങ്കിലുമോ നടുന്നവൻ ബ്രഹ്മലോകത്തിലെത്തി ദേവന്മാരോടുകൂടി മോദിക്കുമെന്നാണ് പുരാണം പറയുന്നത്. പ്ലാശിൻ തൊലി കഷായം വെച്ച് കഴിച്ചാൽ ഗൊണോറിയ, സിഫിലിസ് മുതലായ രോഗങ്ങൾ മാറുകയും ശുക്ലധാതുവിനെ ശുദ്ധമാക്കുകയും ചെയ്യും. ഗർഭോത്പാദനത്തിന് സമർത്ഥമല്ലാത്ത ശുക്ലത്തെ അതിന് സമർത്ഥമാക്കിയെടുക്കാൻ പ്ലാശിൻ തൊലിക്ക് സമം മറ്റൊന്നില്ല. തൽക്കാലം പ്ലാശ് അത്രയും മതി. അടുത്ത നക്ഷത്രം ഉത്രം അല്ലേ? ഉത്രല്ലേ? ഉത്രം. വൃക്ഷമിത്തി. സംസ്കൃത നാമം പ്ലക്ഷഃ, ഉദുംബരഃ, അശ്വത്ഥപത്രഃ, പാർക്കരി, പാർക്കടി, ജാതി, ഇതെല്ലാം അതിൻ്റെ പേരാണ്. സംസ്കൃത നാമങ്ങളാണ്. കുലം വടകുലം, വടകുലം. ബൊട്ടാണിക്കൽ നെയിം ശാസ്ത്രനാമം ഫൈക്കസ് മൈക്രോകാർപ്പാലിൻ, ഫൈക്കസ് മൈക്രോകാർപ്പാലിൻ. മറ്റൊരു പേരും പറയാറുണ്ട്, ഫൈക്കസ് ഗിബോസ ബ്ലൂം. ഫൈക്കസ് ഗിബോസ ബ്ലൂം.
കുടുംബം, ഫാമിലി, മൊറേസിയെ. ഇത് പ്രത്യേകതയുള്ള വൃക്ഷമായതുകൊണ്ട് അനേക ജാതികൾ ഇതിനകത്തുണ്ട്, അനേക വെറൈറ്റികൾ. നാച്ചുറൽ ഓർഡർ അനുസരിച്ച് അർട്ടിക്കേസിയെ, സബ് നാച്ചുറൽ ഓർഡർ അനുസരിച്ച് മൊറേസിയെ, ഇങ്ങനെയൊക്കെ ഇതിനെ തിരിച്ചിട്ടുണ്ട്. വെറൈറ്റി അനുസരിച്ച് പാരാസിലിക്ക, ഫൈക്കസ് ആംബലോസ്, ഫൈക്കസ് ടിങ്ടോറിയ, വൈൽഡ് കോർണർ, ഫൈക്കസ് പാരാസൈറ്റിക്ക, ഇങ്ങനെയൊക്കെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നതാണ്. വേവ് ലിവ്ഡ് ഫിഗ് എന്നാണ് ഇംഗ്ലീഷ് നാമം, ആംഗലേയ നാമം. വേവ് ലീവ്ഡ് ഫിഗ് അതിൻ്റെ ഇലയുടെ പ്രത്യേകതയാണ്. ഒരു വേവ് ഫോർമാറ്റിലാണ് അത് കാണപ്പെടുന്നത്. ഹിന്ദിയിൽ കാമരൂപ എന്നാണ് വൃക്ഷത്തിൻ്റെ പേര്. പാക്കർ എന്നും പറയാറുണ്ട്. കന്നഡ ഇത്തി ഗൊഡുമിത്തലെ, തെലുഗു കപ്പ, ഗൊണ്ടജുഗി, പ്ലക്ഷ, പക്കി, ഈ പേരുകളിലൊക്കെ അറിയപ്പെടും. ഉറുദു കൊറോത്തോസനി, തമിഴ് കല്ലിച്ചി, ഇച്ചി, ഇരുളി, ഇത്തി, ഇതെല്ലാം തമിഴ് പേരുകളാണ്. ബംഗാളി പാകുടു, ഇത് പല വലിപ്പത്തിൽ കാണപ്പെടാറുണ്ട്. ഇന്ത്യ, ബർമ്മ, സിലോൺ, ഇന്തോനേഷ്യ, ഇന്തോ ചൈന എന്നിവിടങ്ങളിലെല്ലാം ധാരാളമായുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. കേരളത്തിൽ വളരെ കുറഞ്ഞു വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ധാരാളം ഉണ്ടായിരുന്നു. കേരളത്തിൽ ഇപ്പോൾ അപൂർവമാണെന്ന് തോന്നുന്നു. ഇത്തി കാണാനില്ല, അത്തി കാണാനുണ്ട്. അത്തി ഒരുപാടുണ്ട്. ഇത്തി വളരെ കുറവാണെന്നാണ് തോന്നുന്നത്. ഉള്ളത് വെട്ടിപ്പോവുകയാണ് ചെയ്യുന്നത് വേഗം. ഭാരതത്തിലെ വനങ്ങളിലെല്ലാം മരങ്ങളിൽ ചുറ്റിപ്പിടിച്ച് നിൽപ്പുണ്ട്. ഒരു ധൃതരൂഹ മരമാണ്. ധൃതരൂഹ മരം, കോളി, ചേല എന്ന പേരിലൊക്കെ ഇത്തി അറിയപ്പെടാറുണ്ട് ചിലയിടങ്ങളിൽ. എല്ലാ കോളിയും ചേലയും ഇത്തിയല്ല. ഇത്തിയും ചേല പോലെ വളരുന്നതാണ്. മരത്തെ അങ്ങ് ചുറ്റിപ്പിടിക്കും. കണ്ടിട്ടുണ്ടാവും. ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങളുടെ ഭിത്തികളിൽ കാണും, പലയിടത്തും നിൽക്കുന്നതാണ്. കിണറുകളിൽ കാണും, കിണറിൻ്റെ വക്കിൽ. അതുപോലെ തന്നെ ദ്രവിച്ച വീടുകളിൽ വളർന്നു നിൽക്കുന്ന കാണാം. സമുദ്രനിരപ്പിൽ നിന്ന് 6000 അടി ഉയരം വരെയുള്ള സ്ഥലങ്ങളിൽ ഈ മരമുണ്ട് ധാരാളം. ഇത്തി ചുറ്റുന്ന മരം കാലക്രമേണ നശിക്കുകയും ഇത്തി വളരുകയും ചെയ്യും. അതുകൊണ്ട് വെട്ടിയെടുത്താൽ കൂട് പോലെ കാണും. അതുകൊണ്ട് ഈ ടീപ്പോയി ഒക്കെ ഉണ്ടാക്കാനായിട്ട്, നാച്ചുറലായിട്ട് ഉണ്ടാക്കാനുള്ളത് കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. അകത്തുള്ള മരം കുത്തിക്കളഞ്ഞ്, കാരണം ഇതിൻ്റെ വേര് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഒട്ടും, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഒട്ടും. അങ്ങനെ പല ആകൃതിയിൽ നാച്ചുറലായി ഉണ്ടാകുന്നതുകൊണ്ട് മരം കുത്തിക്കളഞ്ഞാൽ ഇടയെല്ലാം കള്ളി കള്ളിയായിട്ട് ഇതുണ്ടാവും, നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിലൊരു പലകയും കൂടെ ഇട്ടാൽ ടീപ്പോയിക്കൊക്കെ ഉപയോഗിക്കും. ചില്ല് വെച്ചാലൊക്കെ ടീപ്പോയിക്ക് ഉപയോഗിക്കും. കണ്ടിട്ടില്ല? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. പിന്നെ എങ്ങനെ കാണാം? ഇതാണ് കുഴപ്പം.
ഇതിൻ്റെ പട്ട മിനുസമുള്ളതും ചാരനിറത്തോടു കൂടിയതുമാണ്. ചിലത് മഞ്ഞഛായയുള്ള പച്ച നിറമാണ്. തടി തവിട്ട് നിറം കലർന്ന ചാരനിറത്തോടു കൂടിയതുമാണ്. ഇതിൻ്റെ തടി മാർദ്ദവമുള്ളതാകയാൽ സോഫ്റ്റ് വുഡ്, പണികൾക്ക് ഒന്നിനും പറ്റില്ല. ഇലയുടെ മുകൾ ഭാഗം മിനുസമുള്ളതും അടിഭാഗം പരുപരുത്തതുമാണ്. ആപ്പിൻ്റെ ആകൃതിയിലാണ് ഇല കാണപ്പെടുന്നത്. ഇലയുടെ ആധാരഭാഗം നിശ്ചിതമാണ്, മൂർച്ചയുള്ളതാണ്. അപൂർവമായി ഇല വൃത്താകാരത്തിൽ കാണാറുണ്ട്. ചർമ്മിലമായ പത്രാഗ്രം, സ്ഥൂലമോ നിശ്ചിതാഗ്രമുള്ളതോ ആയ വാൽത്തുമ്പ്, കൂർത്ത വാൽത്തുമ്പ് ഒക്കെ കാണും. അടിഭാഗം കുറഞ്ഞ തരത്തിൽ രോമിലമാണ്, ചെറിയ രോമങ്ങൾ പോലെ കാണും. 4 മുതൽ 6 വരെ പാർശ്വസിരകൾ ഇലകൾക്കുണ്ട്. പത്രവൃന്ദത്തിന് 6 മില്ലിമീറ്റർ നീളമുണ്ട്. പുഷ്പാസനം സൂക്ഷ്മരോമങ്ങൾ കൊണ്ട് പൊതിഞ്ഞതാണ്. 2.5 മുതൽ 5 വരെ. ഗുണം 0.6 മുതൽ 4 വരെ ചതുരശ്ര ഇഞ്ച് വലിപ്പം ഇലയ്ക്കുണ്ട്. അനുപർണങ്ങൾ ഉള്ളവയാണ് ഇലകൾ. രേണുക്കൾ ജോഡികളായി കുറിയ പുഷ്പമണ്ഡലത്തിലോ സ്തംഭകങ്ങളായി ചില്ലികളിലോ ഊനഗോളാകൃതിയിൽ പരുക്കനായി 0.2 മുതൽ 0.3 വരെ ഇഞ്ചോളം വ്യാസത്തിൽ കാണപ്പെടും. കായകൾ ജനുവരി മാർച്ച് മാസങ്ങളിൽ പഴുക്കും. പഴങ്ങൾക്ക് ഓറഞ്ച് നിറമാണ്. ഇല, തൊലി, കായഞെട്ടി എല്ലാത്തിനും കറയുണ്ടാവും. ലഘുപത്രങ്ങൾ ഏകാന്തരവുമാണ്. ഇതിനെയാണ് ഇത്തി എന്ന് പറയുന്നത്. ഇതിൻ്റെ രസം കഷായം, മധുരം. നാവിൽ നോക്കിയാൽ കയ്പ്, ചവർപ്പ്, മധുരം. ഗുണം രൂക്ഷം, ഗുരു. വീര്യം ശീതവീര്യമാണ്. വിഭാഗം എരിവും മധുരവുമാണ്. വേര്, തൊലി, ഇല, കായ്, മൊട്ട് എല്ലാം ഔഷധയോഗ്യമാണ്. പ്ലക്ഷത്യധോഗച്ഛതി മൂലയഃ പ്ലക്ഷഃ എന്നാണ് ഇതിൻ്റെ വ്യുൽപ്പത്തി. പ്ലച്ഛതി, പ്ലക്ഷതി, അധോഗച്ഛതി താഴേക്ക് പോകുന്നത്, വേരുകൾ താഴേക്ക് പോകുന്നത്. കപിതാനഃ കമണ്ഡലു, കം ജലം, മണ്ഡം ശുദ്ധം, ശുദ്ധജലം തരുന്നത്. പറമ്പിലൊക്കെ വെച്ചാൽ പറമ്പിലെ വെള്ളത്തെ ശുദ്ധീകരിക്കുന്നു. പഴയ കാലത്ത് ഈ മരങ്ങൾ വെച്ചാണ് വെള്ളം ശുദ്ധീകരിച്ച് എടുക്കുന്നത്. ഇന്ന് മരം വെട്ടിയാണ്, സെപ്റ്റിക് ടാങ്ക് ഉണ്ടാക്കിയാണ് വെള്ളം ശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നത്. 1 ഏക്കർ പറമ്പിൽ ഏതാണ്ട് 10 വീടുണ്ടാവും. Am I right? 10 സെന്റ്. അതിൽ കുറവുണ്ടാവും, കൂടുതലാണ്. അപ്പോൾ 1 ഏക്കറിൽ 10 വീടുണ്ടാവും. 10 വീടിനും കിണറുണ്ടാവും. 10 വീടിനും സെപ്റ്റിക് ടാങ്ക് ഉണ്ടാവും. പലപ്പോഴും സെപ്റ്റിക് ടാങ്ക് ഉണ്ടാക്കുമ്പോൾ കേരളമാണെന്ന് ഉണ്ടാക്കുന്ന കോൺട്രാക്ടർക്ക് അറിയില്ല, എറണാകുളമാണെന്ന് തീരെ അറിയില്ല.
മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സെപ്റ്റിക് ടാങ്കിൻ്റെ അറ ഉണ്ടാക്കുമ്പോൾ അറ മുകളിൽ ഒരു ബ്ലാഫ്റ്റ് വോളുണ്ട്. ബ്ലാഫിംഗ് വോളെന്നാണ് അതിന് പറയാൻ തോന്നുന്നത്, സാങ്കേതിക പദം. ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നൊരു വോളാണ്. അത് താഴോട്ട് തൂങ്ങി നിന്നാൽ മാത്രമാണ് ഈ ചെല്ലുന്ന മലം ഫെർമെൻ്റ് ചെയ്ത് അടിയും. അങ്ങനെ അടിഞ്ഞ് വെള്ളം മുകളിലൂടെ അപ്പുറത്തേക്ക് പോകും. പക്ഷെ ഇത് മുകളിലൂടെ വെള്ളം പോകാൻ സൗകര്യം കൊടുക്കും. കേരളമാണെന്നറിയാതെ വല്ല മഴക്കാലത്ത് ഉറവയുണ്ടാകുമ്പോൾ റിവേഴ്സ് ഫ്ലോ ഉണ്ടാകും. അപ്പോൾ മുകളിലുള്ള മലമെല്ലാം ലീച്ച് പിറ്റിൽ ചെന്ന് നിറയും. ലീച്ച് പിറ്റിൽ വരുന്ന ജലം വിഷമുള്ളതാണ്, അണുക്കൾ കണ്ടമാനമുള്ളതാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ ലീച്ച് പിറ്റിലേക്ക് വരുന്ന വെള്ളം കോളിഫോം ബാക്ടീരിയ കണ്ടമാനമുള്ളതാണ്. നല്ല കൽപ്രദേശമല്ലെങ്കിൽ, നല്ല വെട്ടുകല്ലോ ചീങ്കണ്ണിപ്പാറയോ ഒക്കെയുള്ള പ്രദേശമോ അല്ലെങ്കിൽ, മണൽ പ്രദേശമാണെങ്കിൽ ഈ ബാക്ടീരിയയോട് കൂടിയ വെള്ളം കിണറ്റിലേക്ക് വരും. മാരക രോഗങ്ങൾക്ക് കാരണമാവും. 50 കൊല്ലമായി നിങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങളിൽ 90% ഗൃഹനിർമ്മാണത്തിന് പാശ്ചാത്യ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതിൻ്റെ മാത്രം ഫലമാണ്. ഒരു ദേശത്തിന് നൂറ്റാണ്ടുകളിലൂടെ രൂപപ്പെട്ടു വരുന്ന അതിൻ്റെ സംസ്കൃതിയുടെ രീതിവിധാനമുണ്ട്. അത് മറന്ന് അനുകരിക്കുമ്പോൾ മാരക രോഗങ്ങൾ ഉണ്ടാകുന്നുവോ എന്ന് അത് ചെയ്യുന്നവന് ചിന്തയുണ്ടാവണം. എവിടെയെങ്കിലും കാണിക്കുന്നത് കണ്ടു ഒന്ന് കാണിച്ചാൽ പോലെ. ആദ്യകാലത്ത് 40 മീറ്റർ ആയിരുന്നു അകലം വെച്ചിരുന്നത്. കിണറും സെപ്റ്റിക് ടാങ്കും തമ്മിലുള്ള അകലം. ഇപ്പൊ കിണറിന്റെ ഭിത്തിയിലേക്ക് തന്നെയാണ് ഇതുകൊണ്ട് കെട്ടിവെക്കുന്നത്. അത് മിക്കവാറും ലാഭം പ്രതീക്ഷിച്ച് ടാങ്ക് വാർക്കുകയല്ല. മരങ്ങളുള്ള പറമ്പിൽ ഇഷ്ടിക കൊണ്ട് കെട്ടുക. അതിൻ്റെ വേര് ഇഷ്ടിക തുളച്ചപ്പുറത്തില്ല. മനസ്സിലായി? പിന്നെ ഈ വെള്ളമെല്ലാം എങ്ങോട്ട് എത്തുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. റിവേഴ്സ് ഫ്ലോ എറണാകുളമൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് എറണാകുളത്ത് നിന്ന് മഴക്കാലത്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ, പച്ചവെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ സംശയമൊന്നും വേണ്ട, അടുത്ത ജന്മത്തിൽ മിക്കവാറും സുഖകരമായി ജനിക്കാം. കാരണം ഇതിൻ്റെ രുചി പിടിച്ച്. അത്രമാത്രം മലമാണ് കഴിക്കുന്നത്. സുഖരം കഴിക്കുകയാണെങ്കിലും ഫ്രഷായിട്ടുള്ള മലമാണ് കഴിക്കുന്നത്. ഇത് 50 കൊല്ലമൊക്കെ സൂക്ഷിച്ചു വെച്ച സാധനമാണ്. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് മുനിസിപ്പൽ പൈപ്പുകൾ പോകുന്നത് ഓട വഴിയാണ്. അതിൻ്റെ അകത്ത് മലമെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് ഈ പൈപ്പ് പൊട്ടിക്കിടക്കും. അപ്പോൾ മുകളിൽ വെള്ളം തീരുമ്പോൾ ഇതിനകത്ത് വാക്യം ഉണ്ടാവും. അപ്പോൾ ശബ്ദം കേൾക്കാം ഈ ഓടയ്ക്കകത്ത്. മനസ്സിലായില്ല? തവള കരയാണെന്നൊക്കെ വിചാരിക്കുന്നു നിങ്ങൾ. തവള കരയുന്നതല്ല, ഇതിനകത്ത് കിടക്കുന്ന മലത്തോടു കൂടിയ വെള്ളം നിങ്ങൾക്ക് കുടിക്കാനുള്ള പൈപ്പിലേക്ക് ഇരച്ച് കയറുകയാണ്. ആ വാക്യം വന്നപ്പോൾ അതിൻ്റെ ശബ്ദം ആ ഗുളുഗുളു കേൾക്കുന്നത്. എന്താ ചിരിക്കുന്ന? എൻ്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചത് ഇത് കേരളത്തിലെ പിന്നെ ഇത് നേർക്കാഴ്ചകളിൽ പെട്ടതാണ്.
അപ്പോൾ അന്ന് വൈകുന്നേരം ചോറ് വെച്ചുണ്ണുമ്പോൾ നല്ല സ്വാദുണ്ടാവും. നമ്മുടെ ആരോഗ്യരംഗം അതീവ വഷളാണ്. ഇതിന് കാരണം ഏത് നാട്ടിൽ എന്ത് കണ്ടാലും ഒരു മന്ത്രിയും ഭാര്യയും കൂടെ പോയേച്ചു വന്ന് വിവരദോഷികൾ ജനാധിപത്യത്തിലുള്ളത് കൊണ്ട് പിറ്റേ ദിവസം രാവിലെ അത് ഓർഡറാക്കി അനുകരണമായി 3-ാം ദിവസം അത് പ്രോജക്റ്റായി രംഗത്തേക്ക് വരികയാണ്. ഒരു നാടിന് അതിൻ്റെ സാങ്കേതിക വിദ്യ ഉണ്ടാവും, അതിൻ്റെ കാലാവസ്ഥയ്ക്ക് ചേരുന്ന, അതിൻ്റെ മണ്ണിൻ്റെ സ്വഭാവത്തിന് ചേരുന്ന. ഇടുക്കി മേഖലകളിൽ ഉണ്ടാക്കുന്ന വീടും എറണാകുളത്ത് ഉണ്ടാക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവണം. പഞ്ചായത്ത് മണ്ണാങ്കട്ടയാണെന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം ഒരുപോലെ ഉണ്ടാക്കിയാൽ മണ്ണിൻ്റെ ഗുണത്തെപ്പറ്റി അറിയണ്ടേ? ഇത് ജാങ്കലദേശമാണോ, മധ്യദേശമാണോ, അനൂപദേശമാണോ എന്നൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കാൻ പഠിക്കണം. അതിനെപ്പറ്റി വലിയ വിവരം ഇല്ലെങ്കിൽ അതുണ്ടാക്കിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്യണം. ഇതൊക്കെയാണ് മര്യാദ. പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഈ കൃഷിയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരു ഇത്തിയെങ്കിലും പറമ്പിൽ വെച്ച് പിടിപ്പിക്കുക, വെള്ളം ശുദ്ധമാകും. പഴയ കാലത്ത് ചേരൊക്കെ വെച്ച് പിടിപ്പിക്കും. എന്താ കാരണം വെച്ചാൽ ഒരു ചേരുണ്ടെങ്കിൽ ലഡ് മുഴുവൻ അത് വലിച്ചെടുക്കും. അത് ലഡ് അതിനകത്ത് കൂടുതൽ വരുന്നതുകൊണ്ട് അതിന് ചോട്ടിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ചൊറിയുന്നത്. അത് ലഡ് മുഴുവൻ അത് വലിച്ചെടുക്കും. തീരപ്രദേശങ്ങളിലും മറ്റും ആ തോടിനോട് ചേർന്ന് വരുന്ന ഒഴുകിവിടുന്ന ലഡ് മുഴുവനാണ് അവൻ തിന്നുന്നത്. ആ അസിഡിറ്റി കൂട്ടുകയും ചെയ്യും. കാരണം വെച്ചാൽ ഇത് മുകളിൽ നിൽക്കുമ്പോൾ അതിൻ്റെ കറയെങ്ങാനും വീണാൽ നിൽക്കക്കള്ളി ഉണ്ടാവില്ല. പനിയും ജലദോഷവും എല്ലാം വരും. അതിനാ മരം മുഴുവൻ വെട്ടിക്കളയല്ല. അതെന്ത് പ്രയോജനമുള്ളതെന്ന് അറിയണം. അതിൻ്റെ ചോട്ടിൽ പോകാതിരിക്കണം. അത് ഒന്നാമത്തെ കാര്യം, ഈ ജീവികളെല്ലാം ചേർന്നാണ് സഹവാസത്തിൻ്റെ നല്ലൊരു ലോകം ഉണ്ടാക്കുന്നതെന്ന് അറിയണം. ഇതിനെയെല്ലാം കൊന്നിട്ട് ആദ്യകാലത്ത് ഞാനും എൻ്റെ കുടുംബവും എന്നായിരുന്നു. അപ്പം അത് മാറി അച്ഛനും അമ്മയൊന്നും വേണ്ട, ഞാനും എൻ്റെ ഭാര്യ എന്നായി. ഇപ്പം അതും മാറി, ഞാൻ മാത്രം മതി എന്നായി. ശരിയല്ല. നമ്മളൊരു പോക്ക് കേസായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ജലത്തെ മണ്ഡം ശുദ്ധമാക്കുന്നത് കൊണ്ട് കപിതാനഹ എന്ന് പറയും. വെള്ളത്തെ മഞ്ഞ നിറമാക്കുന്നു എന്നും പറയുന്നുണ്ട്. ജലസ്രോതസ്സുകളെ ആവാസയോഗ്യമാക്കുന്നത്. അതുകൊണ്ടാണ് ജാതി എന്ന് പേരുള്ളത്. സുപാർശ്വ ശാഖകളുള്ളത്. ഗർദഭാന്തം, അത് പഴത്തെ ചേർത്ത് പറയുന്നതാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഭാവപ്രകാശം കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ബോധ്യമാകാവുന്നതാണ്. ഇത് കഫവിത്ത ശമനമാണ്, ശോഭഹരമാണ്, നീരില്ലാതാക്കും. കന്ദരാള, ഗുഹാപ്രദേശത്തെ അലങ്കരിക്കുന്നത്. പ്ലക്ഷക, പൊട്ടിയൊലിക്കുന്നത് എന്നും അർത്ഥമുണ്ട്. നൃസിംഹ മതപ്രകാരം, നൃസിംഹൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം കല്ലാലിൻ്റെയും ഇത്തിയാലിൻ്റെയും ഗുണങ്ങൾ തുല്യമാണ്. എന്നാൽ ഇത്തിയാലിൻ്റെ ഇല ചെറുതും കല്ലാലിൻ്റെ വലുതുമാണ്. ചെറുതിന് അല്പം ഗുണം കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. കഫം, പിത്തം, രക്തദോഷം, വ്രണം, യോനിദോഷം, ചുട്ടുനീറ്റം, ആമശോഭം, അതിസാരം, മൂർച്ഛ, പ്രലാപം, പ്രതരം, ഭ്രമം
വിസർപ്പം, ഇതെല്ലാം ശമിപ്പിക്കാൻ ഉത്തമ ഔഷധമാണ് ഇത്തി. ഇത്തിയോളം നല്ലൊരു ഔഷധം ഈ കാര്യങ്ങൾക്കില്ല എന്നാണ് പഴമക്കാർ പറഞ്ഞു പോരുന്നതും അനുഭവവും. എല്ലാത്തരം ആലിൻ്റെയും പഴുത്ത കായ കഫപിത്തങ്ങളെ ശമിപ്പിക്കും. കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഏതാലിൻ്റെ പഴുത്ത കായ പറിച്ചു തിന്നാലും പോകും. അതുപോലെ തന്നെ രക്തശ്രുതി മൂക്കിലൂടെ, വായിലൂടെ, കണ്ണിലൂടെ, യോനിയിലൂടെ, ബുധത്തിലൂടെ ഒക്കെ രക്തസ്രാവം വന്നാൽ ഈ പഴങ്ങൾ പറിച്ച് കഴിച്ചാൽ മതി. അതിൽ ഇത്തിപ്പഴം വളരെ ഫലപ്രദമാണ്. മലബന്ധം ഉണ്ടാക്കുന്നതാണ്, ശോധന കുറയ്ക്കും. അതുകൊണ്ട് വയറിളക്കത്തിന് നല്ലതാണ്. വയറടപ്പിക്കുന്നതാണ്, ദോഷങ്ങളെ സ്തംഭിപ്പിക്കുന്നതാണ്. ശരകനിത് വാതവർദ്ധകമാണെന്ന് പറയുന്നു. സംഗ്രാഹിയുമാണ്. പ്ലക്ഷോജഡി പർക്കടീച സ്ത്രീയാമപി പ്ലക്ഷകഷായ ശിശിരോ വ്രണയോനി ഗതാപഹ ദാഹവിത്തഗഭാസ്രഘ്ന ശോഭ രക്തപിത്തഹൃത് എന്ന് പ്ലക്ഷം, ജഡി, പർക്കടി ഇങ്ങനെ സ്ത്രീലിംഗവാചികളാണ്. ഇവയൊക്കെ ഇതിൻ്റെ പേരാണ്. ഇത് ചവർപ്പ് രസവും ശീതവീര്യവുമാകുന്നു. വ്രണം, യോനി രോഗം, ചുട്ടുനീറ്റം, പിത്തം, കഫം, രക്തദോഷം, ശോഭം, രക്തപിത്തം ഇവയൊക്കെ ഇല്ലാതാക്കാൻ ഉത്തമ ഔഷധമാണ് ഇത്. പ്ലക്ഷപ്ലവച്ചാരുവൃക്ഷ സുപാർശു ഗർഭദാണ്ഡക വടീക കമണ്ഡലുയൂപ പിപ്പരിശ്ചാരുദർശന പ്ലക്ഷശീതോ വ്രണശേഷ്മ പിത്തശോഭ വിസർപ്പജിത്. മദനപാല നിഘണ്ടു പറയുന്നതാണ്. പ്ലക്ഷ, പ്ലവ, ചാരുവൃക്ഷ, സുപാർശ്വ, ഗർഭഭാണ്ഡക, വടിക, കമണ്ഡലു, യൂപ, വിപ്പരി, ചാരുദർശന ഇതെല്ലാം ഇത്തിയുടെ പര്യായങ്ങളാണ്. ശീതവീര്യമാണ്. കഫം, പിത്തം, ശോഭം, വിസർപ്പം ഇവയെ ഇല്ലാതാണ്. മദനപാല നിഘണ്ടു പറയുന്നതാണ്. ഇതെല്ലാം നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയുള്ള പഠനങ്ങളൊക്കെ വളരെ പണ്ടേ ഉണ്ട്. ഞങ്ങൾക്കൊരു ധാരണയുണ്ട്. പുതിയ യൂണിവേഴ്സിറ്റികളും അതിൽ ഈ ബോട്ടണി പ്രൊഫസർമാരും വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ചെടിയൊന്നും അറിയില്ല എന്നൊരു ധാരണ വെച്ച് പുലർത്തുന്നുണ്ട്. അങ്ങനല്ലേ? അങ്ങനെയല്ലേ? ശാസ്ത്രമൊക്കെ നമ്മൾ അറിയാൻ തുടങ്ങിയത് ഇവരൊക്കെ വന്നതിന് ശേഷമാണ്. അതിനു മുമ്പുണ്ടോ നമുക്ക് ഈ ചെടിയൊക്കെ അറിയാവൂ? ഇങ്ങനെയൊക്കെ ഒരു ധാരണ നിങ്ങളുടെ ഇടയിലുണ്ട്. ഉണ്ടോ? അതുകൊണ്ട് ഈ ആയുർവേദ മരുന്നൊക്കെ പറഞ്ഞു തരുമ്പോഴും അതുകൊണ്ട് ഫലം കണ്ടാൽ പോലും പൊട്ടക്കെണ്ണം മാവേലെറിഞ്ഞ പോലെ ഏതോ ഒരെണ്ണം പറഞ്ഞു തന്നാണെന്നൊരു ധാരണയുണ്ട്. അപ്പോൾ ആ ബോധം നിങ്ങൾക്കൊന്ന് പോകാനാണ് ഞാൻ ഈ ഗ്രന്ഥങ്ങളുടെ എല്ലാം പേരും അതിലെ ശ്ലോകവും ഒക്കെ പറയുന്നത്. ഗ്രന്ഥങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പൊ പറഞ്ഞത് മദനപാല നിഘണ്ടു മലയാളത്തിലില്ല. ചൗക്കമ്പ സാംസ്കൃത് സീരീസിന് എഴുതിയാൽ ദേവനാഗരി ലിപിയിൽ കിട്ടും. ഇംഗ്ലീഷിൽ ഇതിന് വ്യാഖ്യാനങ്ങളുണ്ട്, കിട്ടും. മലയാളത്തിലില്ല. കാരണം മലയാളികൾക്ക് ഈ ഗ്രന്ഥങ്ങളൊന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് മലയാളി ഇതിൻ്റെ പഴമയിൽ നിന്നൊക്കെ പണ്ടേ വേർപെട്ട് കഴിഞ്ഞു.
അതുകൊണ്ടാണ് പ്ലക്ഷ കപീതന ക്ഷീരി സുപാർശോധ കമണ്ഡലു ശൃംഗി വരോഹ ശാഹി ച ഗർദഭാണ്ഡ കപീതക പ്ലക്ഷൈവാപരോ ഹ്രസ്വ സുശീത ശീതവീര്യക പുണ്ട്രോ മഹാവരോഹശ്ച ഹ്രസ്വപർണസ്തു ബിംബരി പ്ലക്ഷകടുകഷായശ്ച ശിശുരോ രക്തദോഷജിത് മൂർച്ഛപ്രമപ്രലാപഘ്നോ ഹ്രസ്വപ്ലക്ഷോ വിശേഷത. പ്ലക്ഷം കപീതനം ക്ഷീരി സുപാർശം കമണ്ഡലു വരോഹ ശാഖി ഗർദഭണ്ഡ കപീതക ദൃഢപ്രരോഹ പ്ലവക പ്ലവംഗ തഥാ മഹാബല എല്ലാം ഇത്തിയുടെ പര്യായം. ഹ്രസ്വവർണ്ണ എല്ലാം പര്യായങ്ങളാണ്. ഹ്രസ്വ പ്ലക്ഷ സുശീത ശീതവീര്യക പുണ്ട്രാമഹാവരോഹ ഹ്രസ്വവർണ്ണ പിംബരി വിദുര തഥാ മംഗലഛായ എല്ലാം രണ്ടു പ്രകാരത്തിലുള്ള ഇത്തിയുടെ പര്യായങ്ങളാണ്. അവ 20 ഉണ്ട്. രാജനിഘണ്ടു പറയുന്നതാണ്. ഇത്തി കടുരസവും കഷായരസവും ശീതവീര്യവുമാണ്. രക്തവികാരത്തെ ജയിക്കുന്ന ഇത്തി മൂർച്ഛ, മോഹാലസ്യം, ഭ്രമം, പ്രലാപം ഇവയൊക്കെ ഇല്ലാതാക്കും. ചെറിയ ഇത്തി ഇക്കാര്യങ്ങളിൽ കൂടുതൽ ഫലപ്രദമാണ് എന്ന് രാജനിഘണ്ടു പറയുന്നു. പ്ലക്ഷ കപീതന ശൃംഗി സുപാർശ ചാരുദർശന പ്ലവകോ ഗർദഭണ്ഡശ്ച കമണ്ഡലുർവടപ്ലവ പ്ലക്ഷകടുകഷായശ്ച ശീതളോ രക്തവിത്തജിത് മൂർച്ഛാശ്രമ പ്രലാപാംശ്ച ഹരേത് പ്ലക്ഷോ വിശേഷത. നേരത്തെ പറഞ്ഞതൊക്കെ വേറൊരു തരത്തിൽ പറയുന്നു എന്നേ ഉള്ളൂ. ധന്വന്തരി നിഘണ്ടു അവരിത് ഒരുപാട് പഠിച്ചിട്ടുണ്ടെന്ന് സാരം. പ്ലക്ഷോജടി പർക്കടീജ വിപ്പലോശ്വദ്ധപത്രക ഊർജസാരോ ബഹുപുട ഛത്രവർണി ബഹുച്ഛത പ്ലക്ഷജടി പർക്കടി വിപ്പല അശ്വദ്ധപത്രക ഊർജസാര ബഹുപുട ഛത്രവർണി ബഹുച്ഛത. ഇതൊക്കെ പര്യായം. സരസ്വതി നിഘണ്ടു പറയുന്നതാണ്. അഭിജ്ഞാനമഞ്ജരി കഥിത കപീതന ഇതി പ്ലക്ഷസ്തുംഗി ച ഗർഭഭാണ്ഡശ്ച കപീചൂഡശ്ച സുപാർശ്വ പ്ലവകോ അസൗ ചാരുദർശന. ഇത് അഭിജ്ഞാനമഞ്ജരി. പിപ്പരി ശൃംഗികാവാടി ഗർദഭണ്ഡ കമണ്ഡലു പ്ലക്ഷപ്ലവോ ഗന്ധമുണ്ടോ മുണ്ടികെ ശ്വദ്ധപത്രക എന്നിങ്ങനെ കൈഡര്യാദി നിഘണ്ടു. ഇങ്ങനെ അനേക നിഘണ്ടുക്കൾ ഇതിനെക്കുറിച്ച് പറയുന്നു. ഇതിന് ഫൈക്കസ് ഇൻഫെക്ടോറിയാലിൻ, ഫൈക്കസ് വൈറൻസ് ഐറ്റോൺ, ഫൈക്കസ് മൈക്രോകാർപ്പാലിൻ, ഫൈക്കസ് റൊട്ടൂസാലിൻ, ഫൈക്കസ് ബെഞ്ചാമിന വൈൽഡ്, ഫൈക്കസ് ടാൽബോളി ഹിന, ഫൈക്കസ് ടോജാക്കേല ബേൺ എന്നിങ്ങനെ ബൊട്ടാണിക്കൽ നെയിമും അനേകമുണ്ട്. ചരകസംഹിത യോനിസ്രാവ ചികിത്സയിൽ പ്ലക്ഷത്വക്ചൂർണീ പിണ്ഡം വാ ധാരയേത് മധുനാകൃതം. ഇത്തിയുടെ തൊലി നല്ലപോലെ പൊടിച്ച് അത് തേൻ ചേർത്ത് ധാര ചെയ്താൽ യോനിസ്രാവം നിൽക്കുമെന്നാണ്. ഇത്തിത്തൊലിയിൽ ടാനിൻ, വാക്സ്, സാപ്പോണിൻ ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. കാലിൻ്റെ ഉള്ളങ്കാൽ വെടിച്ച് കീറുന്നതിന് ഇത്തിയുടെ തോല് അരച്ചിട്ടാൽ മാറും. ഇത്തിത്തൊലിയും കശുമാവിൻ തൊലിയും കൂടി അരച്ചിട്ടാൽ പെട്ടെന്ന് മാറും.
ഇത്തിത്തൊലി അരച്ച് കശുവണ്ടിയുടെ കറയിൽ ചാലിച്ചിട്ടാൽ പെട്ടെന്ന് മാറും. പച്ചയണ്ടി മൂത്തത് പറിച്ച് ഇത്തിത്തൊലി ചേർത്തരച്ച് അല്പാൽപമായി പുരട്ടി കൊടുത്താൽ വേഗം മാറും. ഇത്തിത്തൊലി മഹിഷരക്തത്തിൽ പോത്തിനെ വെട്ടുന്നിടത്ത് പോയി അതിൻ്റെ രക്തമെടുത്ത് ആ രക്തത്തിൽ അരച്ചിട്ടാൽ ഒരു പ്രാവശ്യം ഇട്ടാൽ എന്നേക്കുമായി മാറും. പോത്തിൻ്റെ രക്തം, എരുമയുടെ ആയാലും പോത്തിൻ്റെ ആയാലും കിട്ടും. തൊലി പഴയ ആളുകൾ വേറെ പണി ചെയ്യും. പെരുമ്പാമ്പിൻ്റെ നെയ്യെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ പെരുമ്പാമ്പിൻ നെയ്യിൽ ഇത്തിത്തൊലി ചേർത്ത് പുരട്ടും. പക്ഷെ പിന്നെ തെങ്ങ കയറുന്നത് കയറിയ വീഴും. കണ്ടീഷനാണ്. തെങ്ങ കയറുന്നത് പാറപ്പുറത്ത് കയറുന്നത് കയറിയിട്ടുണ്ട് താഴെ വരും. എങ്ങനെയാണെന്ന് ചോദിക്കണ്ട. തെങ്ങ് കയറ്റം അറിയാവുന്നവന് അവൻ്റെ കയറ്റം നിർത്തണം, താഴെ വീഴിക്കണം എന്നുണ്ടെങ്കിൽ ഇത് പുരട്ടി കൊടുക്കാം. കണ്ടീഷനായിട്ട് താഴെ വരും. അത് ഓർത്തോണം. മരത്തേലൊക്കെ കയറുമ്പോൾ ഓർത്തോണം. അത് പുരട്ടിയ വിള്ളൽ മാറിയ പെരുമ്പാമ്പ് നെയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇത്തിത്തോലും പെരുമ്പാമ്പിൻ നെയ്യും കൂടി ചാലിച്ച് പുരട്ടിയാൽ ആ വെടിച്ചു കയറല് പിന്നെ ജീവിതകാലത്ത് വരില്ല എങ്ങനെ ചെയ്താലും. പക്ഷേ മരം കയറുന്നത് കയറുന്നതിന് കുഴപ്പമില്ല, ചോട്ടിലെത്തും. കയറിപ്പോകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല, കുറച്ചങ്ങ് കയറിപ്പോകും. അതാ കൈയുടെ ബലത്തിലാണ് കയറിപ്പോകും, കാലിൻ്റെ പിടുത്തമല്ല. മറ്റത് കാലിൻ്റെ പിടുത്തത്തിലാണ് കയറുന്നത്. നേരത്തെ പ്ലാശിൻ്റെ പറഞ്ഞ പ്ലാശ് ചേർക്കാതെ അത്തി അരയാൽ പേരാൽ കല്ലാൽ പാച്ചോറ്റി ചേർത്താലും പ്രതരം മാറും, വെള്ളപ്പൊക്കുമെല്ലാം മാറും. ശ്വേതപ്രതരം, രക്തപ്രതരം, ആർത്തവ സംബന്ധമായ എല്ലാ അസുഖങ്ങളും മാറും. കുടിക്കാനും കുളിക്കാനും യോനി കഴുകാനും ഉപയോഗിച്ചാൽ. ഇത്തിമൊട്ട്, അത്തിമൊട്ട്, കാവിക്കല്ല് ഇവ 20 ഗ്രാം വീതം 12 ഗ്ലാസ് വെള്ളത്തിൽ വെന്ത് 1.5 ഗ്ലാസ്സാക്കി പിഴിഞ്ഞരിച്ച് 1/2 ഗ്ലാസ് വീതം 3 നേരം കഴിച്ചാൽ അതിയായ ആർത്തവം, രക്താർശസ്, രക്തപ്രതരം ഇവയെല്ലാം പോകും. നല്ലപോലെ രക്തം വരുന്ന അർശസിന് ഒരു 4 ദിവസം കൊടുത്താൽ മതി. അത്തിമൊട്ട്, ഇത്തിമൊട്ട്, കാവിക്കല്ല് 3 എണ്ണം. കാവിമണ്ണ് അങ്ങാടിയിൽ നിന്ന് കാവിമണ്ണ് മേടിക്കുമ്പോൾ ഇപ്പം സൂക്ഷിക്കണം. അത് ചിലത് റെഡ് ഓക്സൈഡാണ്. കാവിമണ്ണ് മണ്ണായിട്ട് കുഴിച്ചെടുക്കുന്നതാണ്. അത് ഒറിജിനൽ തന്നെ വാങ്ങണം. ഇപ്പോൾ കിട്ടുന്നത് പലതും റെഡ് ഓക്സൈഡാണ്. ശ്രദ്ധിക്കണം. അണലിയുടെ വിഷത്തിന് ഇത്തി, അത്തി, അരയാൽ, പേരാൽ, കല്ലാൽ എന്നിവയുടെ തൊലി കഷായം വെച്ച് കുടിച്ചാൽ മതി. ധാര ചെയ്യുകയും ചെയ്യാം. ആ കഷായം ദേഹത്ത് വിഷം ശമിക്കും. കഷായം വെച്ച് കുടിക്കുകയും ധാര ചെയ്യുകയും ചെയ്യാം. അണലി കടിച്ചാൽ ഏറ്റവും എളുപ്പമാണ് കുറയാൻ.
കംപ്ലീറ്റ്. അത് കാരണം വെച്ചാൽ കുറച്ച് സമയം കൊണ്ട് ഈ സാധനം പെട്ടെന്ന് കഷായം വെച്ച് കുടിപ്പിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ചില വിഷം ഉണ്ടാവില്ല, ഒരു വിഷപ്പാമ്പല്ല കടിച്ചതാണ്. വളരെ ഫലപ്രദമാണ്. ഇത്തിത്തൊലി ഉണക്കിപ്പൊടിച്ചു വെച്ച് വ്രണങ്ങളിൽ തൂളിയാൽ ഒപ്പം 1 ടീസ്പൂൺ പൊടിയെടുത്ത് നെയ്യിൽ ചാലിച്ച് കഴിക്കുകയും ചെയ്താൽ വ്രണം ഉണങ്ങും. ഏത് ഉണങ്ങാത്ത വ്രണവും പെട്ടെന്ന് ഉണങ്ങും. ഇത്തിവേരിൻ്റെ തൊലി കഷായം വെച്ച് കവിൾക്കൊള്ളുകയും കഴിക്കുകയും ചെയ്താൽ വായിലെ രോഗങ്ങൾ മുഴുവൻ പോകും. ഇത്തിയുടെ ഇലയുടെ നീര് കൊടുത്താൽ പനി ശമിക്കും. ഇലയുടെ നീര് വെറുതെ കഴിച്ചാൽ മതി. ആധുനിക കാലത്ത് സംഭോഗജന്യ രോഗങ്ങൾ കണ്ടമാനമാണ്. കണ്ടു, യോനി കണ്ടു തുടങ്ങിയ ഒരുപാട് രോഗങ്ങൾ സംഭോഗജന്യങ്ങളാണ്. അത്തരം രോഗങ്ങൾക്ക് ഇത്തിത്തൊലി കഷായം വെച്ച് ക്ഷാളനം ചെയ്താൽ മതിയാവും. പാല് കൂടാൻ ഇത്തിയില നല്ലതാണ്. മനുഷ്യ സ്ത്രീക്കായാലും പശുവിനായാലും ഇത്തിയില പറിച്ച് പശുവിന് കൊടുത്താൽ കറക്കുന്ന പശുവിന് പാല് കൂടും. പണ്ടതുകൊണ്ട് വിൽപ്പനയുടെ തലേ ദിവസം പശുവിനെ കൊടുക്കാൻ പോകുമ്പോൾ തലേ ദിവസം ഇത്തിത്തോല് കൊടുക്കും. അത് വലിയ അപകടമില്ല. ചിലരതിൻ്റെ കൂടെ ഒരു കാര്യം ചെയ്യും, കറന്നെടുത്ത പാല് പഞ്ചസാര ചേർത്ത് വീണ്ടും കുടിപ്പിക്കും തലേ ദിവസം വൈകുന്നേരം. പിറ്റേ ദിവസം കറക്കുമ്പോൾ ആ കുടിപ്പിച്ചിടത്തോളം പാലും അന്ന് കറക്കുന്ന പാലും ഈ ഇലയുടെ വകയായി കൂടുതലും കാണും. ഇത് കണ്ട് വിശ്വസിച്ച് മേടിച്ചുകൊണ്ട് പോകും. കറന്ന് കണ്ടാ പോയത്. അവിടെ ചെല്ലുമ്പോൾ കാണില്ല, വീട്ടിൽ ചെല്ലുമ്പോൾ കറവ എത്രയും കാണില്ല. അപ്പോൾ അത് ആള് മാറി കറന്നിട്ടാണെന്ന് കരുതി. സ്ഥലം മാറി, ആള് മാറി. അങ്ങനെ ഒരു 15-20 ദിവസം നോക്കാമെന്നിരിക്കും. 15-20 ദിവസം കഴിയുമ്പോൾ കാശ് പോകും. പശു കച്ചവടത്തിലെ മായങ്ങളിൽ ഒന്നാണത്. ഞാൻ ചോദിക്കാൻ തോന്നുന്നു. എന്തോ സംശയം ചോദിക്കുകയാണെന്ന് തോന്നുന്നു. ആണോ? അല്ല, ഇത്തിയുടെ ഇല കൊടുത്ത് പശുപ്പാല് കൂട്ടുന്നത് കുഴപ്പമില്ല. മറ്റത് അപകടകരമാണ്. മറ്റതിന് ഇപ്പം പിന്നെ ഈ പഞ്ചസാര ഒന്നും ഇടാനും പാല് കുടിപ്പിക്കാനൊന്നും പോകണ്ട. ഒരു കോർട്ടിസോൺ കൊടുത്താൽ മതി, 4 ഇരട്ടിയാവും. അത് കഴിക്കുന്നവൻ്റെ പരിപാടിയും തീർന്നു കിട്ടും. അതുകൊണ്ട് ഇതെല്ലാം ഇതിൻ്റെ അകത്തെ മായങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് പശുവിനെ മേടിക്കാൻ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്ന് കാണുക. 2-3 മാസം പതുക്കെ ചെന്ന് ആ കറക്കുന്ന സമയം നോക്കി ചെന്ന് എത്ര കറന്നെടുത്തു നോക്കുക. ഇതൊക്കെ കണ്ടിട്ട് മേടിച്ചാൽ വലിയ അപകടം ഉണ്ടാവില്ല. ഇല ഇഷ്ടം പോലെ കൊടുക്കുക, നല്ലതാണ്. അതുകൊണ്ട് കേടൊന്നും വരില്ല. പാലുണ്ടായതുകൊണ്ട് കേടുവരില്ല. സ്ത്രീകൾക്ക് പോലും കൊടുക്കാറുണ്ട് ഇലയുടെ നീര് പിഴിഞ്ഞ്. കുട്ടിക്ക് പാലില്ലെങ്കിൽ, കുട്ടിക്ക് കുടിക്കാൻ ആവശ്യത്തിന് പാലില്ലെങ്കിൽ കൊടുക്കും. ചിലർ കുറെ കൂടെ എളുപ്പത്തിലാണ് കൊടുക്കുന്ന. ഇളനീരിനകത്തേക്ക് പാൽ മുതക്കും മറ്റേ അടപതിയൻ്റെ കിഴങ്ങും പൊടിച്ചെടുത്ത് 1/2 ടീസ്പൂൺ വീതം ചേർത്ത് അതിൻ്റെ കൂട്ടത്തിൽ ശതാവരി കിഴങ്ങിൻ്റെ നീരും കൂടെ കൂട്ടി പാലോ നെയ്യോ പഞ്ചസാരയോ തേനോ ഒക്കെ ചേർത്ത് കൊടുക്കും. ഇതൊക്കെ അമ്മമാരുടെ കൈപ്രയോഗങ്ങളാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ
പെൺകൊച്ചിന് പാൽ ഇഷ്ടം പോലെ ആവും. ഇപ്പം പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പാല് കൊടുക്കാറില്ല. കാരണം എന്താ വെച്ചാൽ പാല് കൊടുത്താൽ 40 വയസ്സ് കഴിയുമ്പോഴേക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരില്ല. അതുകൊണ്ട് ബാലശാപം വാങ്ങിച്ച് ബ്രസ്റ്റ് ക്യാൻസർ വരാനാണ് പെൺപിള്ളേരെല്ലാം സൗന്ദര്യ സംവർദ്ധകമായി ഓടുന്നത്. ഭർത്താവിനെ കുടിപ്പിച്ചാലും കൊച്ചിന് കൊടുക്കില്ല. അതുകൊണ്ട് ചിരിക്കുന്നത് ഞാൻ നുണ ഞാൻ പറഞ്ഞത് നുണയെ തെളിവ് തരാം, എന്നിട്ട് വിശ്വസിച്ചാൽ മതി. ചുമ്മാ പറഞ്ഞതല്ല, ഞാൻ വളരെ സീരിയസ് ആയി പറഞ്ഞാണ്. അങ്ങനൊരു സെറ്റ് തന്നെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുക. എൻ്റെ ഫലം 30-35 ആകുമ്പോൾ എല്ലാത്തിനും ബ്രസ്റ്റ് ക്യാൻസറാണ്. അത് മുഴുവൻ ബാലശാപമാണ്. പ്രകൃതി എനിക്ക് വേണ്ടി നിന്റെ മാതൃത്വത്തിൽ നിന്ന് കനിഞ്ഞനുവദിക്കേണ്ടതിന് അത് നീ എനിക്ക് അനുവദിച്ചില്ലെങ്കിൽ നീ കുറേ കാലം നരയിക്കണം എന്നുള്ളത് ബാലശാപമാണ്. പഴയ കാലത്തെ കുട്ടികൾ 1ാം ക്ലാസ്സിൽ പോകുമ്പോഴും തലയുടെ മുലപ്പാൽ കുടിച്ചിട്ടാണ് പോരുന്നത്. ഇന്നത്തെ പിള്ളേരെല്ലാം പട്ടിപ്പാൽ കുടിച്ചാണ് വളരുന്നത്. അതുകൊണ്ട് അതിനെ കണ്ടാലും അങ്ങനെയാണ്. പലചിരിക്കുന്നത് ഞാൻ നുണ പറഞ്ഞാണ്. അതുകൊണ്ടൊക്കെ ഇങ്ങനെയല്ലാതെ പറഞ്ഞു തരാനാവില്ല. ഇങ്ങനെ പറഞ്ഞു തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് പിടിക്കായികയുണ്ടെന്ന് എനിക്കറിയാം, അല്ലേ? എനിക്കാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു തരാനേ അറിയുള്ളൂ. ഇത്തി, ഞാവൽ, അരയാൽ, പേരാൽ ഇവയുടെ തുമ്പ്, ഇലയുടെ തുമ്പ്, ഇല മൊത്തം ഇടുക. അരച്ച് തേനിൽ കഴിച്ചാൽ ഗർഭിണിയുടെ രക്തസ്രാവം ശമിക്കും. വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ആധുനികരുടെ കയ്യിൽ മരുന്നില്ലാത്ത, പലപ്പോഴും ഇല്ലാത്ത, ഗർഭഛിദ്രത്തിന് വരെ കാരണമാകുന്ന, പല അപകടങ്ങൾക്കും കാരണമാകുന്ന ഒന്നിന് ഇതിൻ്റെ തുമ്പ് അരച്ചും കൊടുത്താൽ മതി. ഇത്തിക്കറ നല്ല അണുനാശകമാണ്. കേട്ടിട്ടുള്ള അണുനാശകങ്ങളിൽ ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് ഇത്തിയുടെ കറ. അതുകൊണ്ട് ഏതണുവിനെ സംബന്ധിച്ചും ഇത്തിക്കറ ഉപയോഗിക്കാം. അതിലേറ്റവും ഫലപ്രദമായി കാണുന്നത് ഗൊണോറിയ, സിഫിലിസ്, HIV മുതലായ അണുബാധകളിൽ. ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസിൽ ഇത്തിക്കറയും കുരുമുളകും കൂടി അരച്ചു കൊടുത്താൽ മാറുന്നുണ്ട്. വൈറസേ മാറുള്ളൂ. എയ്ഡ്സ് വേറെയാണ്, HIV വേറെയാണ്. അതുകൊണ്ട് 2 ടെസ്റ്റ് ചെയ്യണം. ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് മാറിയോ എന്ന് നോക്കണം. അതാണ് HIV. മറ്റത് ഇമ്മ്യൂണിറ്റിയുടെ തകരാറാണ്. അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിഫിഷ്യൻസി സിൻഡ്രോമാണ് അവിടെ ഉണ്ടാകുന്നത്. അതിൽ CD4 CD8 കൗണ്ടെല്ലാമാണ് ടെസ്റ്റ്. അത് മാറിയോ എന്ന് ചോദിച്ചാൽ ഇത് മാത്രം കഴിച്ചാൽ മാറില്ല. അതിന് അമുക്കുരം പാലിൽ പുഴുങ്ങി കൊടുത്താൽ മാറി കിട്ടും. കീഴാർനെല്ലി അരച്ചു കൊടുത്താൽ മാറ്റം കിട്ടും. നിലംപരണ്ടയുടെ കഞ്ഞി വെച്ചു കൊടുത്താൽ മാറ്റം കിട്ടും. അതുകൊണ്ട് രണ്ടും കൂടിയുള്ള തലങ്ങളിൽ HIV അണുബാധയും എയ്ഡ്സും കമ്പൈൻഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളിൽ നിങ്ങൾ രണ്ടും ഒന്നാണെന്നാണ്
പഠിച്ചിരിക്കുന്നതും ധരിച്ചിരിക്കുന്നതും അല്ല. HIV കൊണ്ടല്ലാതെ അനേകം എയ്ഡ്സ് ഉണ്ട്. നിങ്ങൾ ആസ്തമയ്ക്ക് ഉപയോഗിക്കുന്ന സ്റ്റീറോയിഡുകൾ എയ്ഡ്സ് ഉണ്ടാക്കും, HIV ഉണ്ടാക്കില്ല. കാരണം ഇമ്മ്യൂണോ ഡിഫിഷ്യൻസി അതുകൊണ്ടുണ്ടാവും. ഹീമോഫീലിയ രോഗം വന്ന് ഫാക്ടർ 8ഉം ഫാക്ടർ 7ഉം ഒക്കെ കുറയുമ്പോൾ കൊടുക്കുന്ന ഇഞ്ചക്ഷനുകൾ എയ്ഡ്സ് ഉണ്ടാകും. ഹോമോസെക്ഷൽസും ലെസ്ബിയൻസും മറ്റും ഉപയോഗിക്കുന്ന അനേക വിധങ്ങളായ ഓയിൻമെൻറ്റുകളുണ്ട്, അവ എയ്ഡ്സ് ഉണ്ടാകും. അതിലൊക്കെ HIV അണുബാധ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, ഉണ്ടാവും. ഈ അവസാനം പറഞ്ഞതിലൊക്കെ ഉണ്ടാവും, ആദ്യത്തിലൊന്നും ഉണ്ടാവില്ല. അതിൽ HIV അണുബാധ ഇല്ലാതെ എയ്ഡ്സ് ഉണ്ടാവും. അതറിയുന്നത് CD4, CD8, CD4/CD8 മുതലായ ടെസ്റ്റുകളിലാണ്. അത് ഇമ്മ്യൂണിറ്റി ടെസ്റ്റുകളാണ്, CD മാർക്കറുകൾ. അത് ഇതിൻ്റെ കമ്പൈൻഡ് ഫോമിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിലെല്ലാം പ്രത്യേകം ടെസ്റ്റുകളുണ്ട്. അതിന് പ്രാചീനരുടെ ഇടയിൽ പ്രത്യേകം മരുന്നുകളുണ്ട്. ഇമ്മ്യൂണിറ്റി കുറഞ്ഞാൽ വൈറസുകൾക്ക് ആയുർവേദത്തിൽ മാത്രമേ മരുന്നുള്ളൂ, ഒരു ശങ്കയും വേണ്ട. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ പോലും ഒരു വൈറസിന് പോലും ഒരൗഷധം പോലും ആധുനിക വൈദ്യശാസ്ത്രത്തിലില്ല. എവിടെയും നിങ്ങൾക്ക് അന്വേഷിക്കാം. കാരണം ആ ഗവേഷണം എങ്ങും എത്താതെ നിൽക്കുകയാണ് ഇന്നും. മറിച്ച് അഥർവവേദ കാലം മുതൽ ഇഷ്ടം പോലെ ഔഷധങ്ങൾ ഇവിടെയുണ്ട്. അതിൽ വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ് ഇത്തി. ഇത്തിക്കറയും കുരുമുളക്, സിഫിലിസ്, ഗൊണോറിയ, ഇതെല്ലാം വെറും കുരുമുളക് നെല്ലിക്ക വലിപ്പത്തിൽ, ചെറുനാരങ്ങ വലിപ്പമാണ് പറയുന്നത്. എള്ളെണ്ണ ചേർത്ത് കഴിച്ചാലും ഈ സാധനം ശമിക്കും, HIV ശമിക്കും. പക്ഷേ കുരുമുളകാണ് ഒരു നാരങ്ങയുടെ വലിപ്പത്തിൽ എള്ളെണ്ണ ചേർത്തം കഴിച്ചാൽ മൂത്രമൊഴിക്കുമ്പോഴൊക്കെ കുരുമുളകാണ് അതിലൂടെ പോകുന്നത്. നീറി നാനാവിധമാവും. മറക്കാതെ വേണം കഴിക്കാൻ. അന്നേരം എന്നെ തെറി വിളിക്കരുത്. മലം ചൂടാവും, കടന്നു പോകുമ്പോൾ നീറും. കാരണം ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലാണ് കുരുമുളക് അരച്ച് എള്ളെണ്ണയിൽ കുഴച്ചൊരൊറ്റ പിടിപ്പിക്കുന്നത്. അകം ശരിക്കും കത്തും, പക്ഷെ രോഗം മാറും. കൊടുത്തിട്ടുണ്ട്, ഫലപ്രദമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ പറയുന്നു ബലം പൂർണ്ണമാണ്. ഇത്തിക്കറയ്ക്കും അത്തിക്കറയ്ക്കും ഈ ഗുണമുണ്ട്. അത്തി ഇത്തി അരയാൽ പേരാൽ മുട്ടുണക്കി പൊടിച്ച് തേൻ ചേർത്ത് സേവിച്ചാൽ ദാഹം ശമിക്കും, തണ്ണീർ ദാഹം. അത്തിത്തോൽ, ഇത്തിത്തോൽ, അരയാൽ തോൽ, പേരാൽ തോൽ, കടുക്കാത്തോട്, നാൽപ്പാമരത്തോലെന്ന് ഒന്നിച്ചെഴുതിയിട്ട് പിന്നെ ബാക്കി പൂരിപ്പിക്കുക. അതിനാ സ്പീഡിൽ പറഞ്ഞു. ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ എഴുതിയാൽ നേരെ ഇടുക. അത്തി ഇത്തി അരയാൽ പേരാൽ ഇവയുടെ തോൽ, അതിന് നാൽപ്പാമരത്തോലെന്ന് ഒന്നിച്ചങ്ങ് എഴുതുക. കടുക്കാത്തോട്, താന്നിക്കാത്തോട്, നെല്ലിക്കാത്തോട്, ത്രിഫലത്തോടെന്ന് ഒന്നിച്ചങ്ങ് എഴുതുക. അപ്പോൾ സമയം പോവാതിരിക്കും. ത്രിഫലത്തോട് ചന്ദനം, രാമച്ചം, വെള്ളക്കൊട്ടം, ചുവള്ളിക്കൊടി, കച്ചോലക്കിഴങ്ങ്, അകിൽ, ഇവയരച്ച് കൽക്കം,
പച്ചമഞ്ഞൾ, പർപ്പടകപ്പുല്ല് ഇവയുടെ നീര്, എള്ളെണ്ണയും ചേർത്ത് ഈ കൽക്കനും കലക്കി കാച്ചി എണ്ണയെടുത്ത് വെച്ചാൽ ചൊറി, ചരങ്ങ്, വിസർപ്പം, സോറിയാസിസ്, എക്സീമ ഇതൊക്കെ മാറി. ത്വക്ക് രോഗങ്ങളിൽ അപൂർവ ഫലപ്രദമായ ഒരെണ്ണയാണ്. തേങ്ങാപ്പാലിലാണ് കാച്ചുന്നതെങ്കിൽ, ഞാൻ എള്ളെണ്ണയാണ് പറഞ്ഞത്, തേങ്ങാപ്പാലിലാണ് കാച്ചുന്നതെങ്കിൽ ഇതൊരു നാൽപ്പാമരാതി കേരത്തിൻ്റെ യോഗമാണ്. പഴയ കാലത്ത് സുഗന്ധമുള്ള ഈ എണ്ണ, ഈ നാൽപ്പാമരത്തോലൊക്കെ കൂടി ഇടുമ്പോൾ നല്ല സുഗന്ധം ഉണ്ടാവും. അതാണ് കുട്ടികളെ തേപ്പിച്ചിരുന്നത്. അതുകൊണ്ട് മുഖകാന്തി വർദ്ധിക്കുമായിരുന്നു, മുടി നന്നായി കറക്കുമായിരുന്നു. കുട്ടിക്കാലത്ത് ഇത് തേച്ചുകൊണ്ട് പോകുമ്പോൾ അടുത്തിരിക്കുന്നവന് നാറാതിരിക്കുമായിരുന്നു. ത്വക്ക് രോഗങ്ങളെല്ലാം പോകുമായിരുന്നു. വീടുകളിലെല്ലാം കാച്ചി വെച്ചിരുന്ന ഒരു എണ്ണയാണ്. നല്ലതാണ്. എണ്ണ കാച്ചി തേക്കുന്ന പ്രകൃതമൊക്കെ നിന്നു. എണ്ണ വാങ്ങിച്ച് തേക്കുകയാണ്. വാങ്ങുന്ന എണ്ണകളിൽ ഏതാണ്ട് 50% വെളിച്ചെണ്ണയുമല്ല, എള്ളെണ്ണയുമല്ല, ആവണക്കെണ്ണയുമല്ല, ഉങ്ങെണ്ണയുമല്ല, ലിക്വിഡ് പെട്രോളിയം അല്ലെങ്കിൽ പാരഫിനാണ്. നിങ്ങൾ കറിക്ക് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയും ലിക്വിഡ് പാരഫിൻ. ലിക്വിഡ് പാരഫിനിൽ തേങ്ങയുടെ മണം വരുന്ന ഒരു എസൻസ് പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുത്തത് ചേർക്കുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല. രണ്ട് കാര്യങ്ങൾ ഇതുകൊണ്ടറിയാൻ പറ്റും. പപ്പടമൊക്കെ കാച്ചിയെടുക്കുമ്പോൾ തേങ്ങാപ്പാലിൽ കാച്ചിയെടുക്കുന്നതാണ് ഉത്തമം. പഴയ കാലത്ത് ഇത് തേങ്ങാപ്പാലിൽ കാച്ചിയെടുക്കുമ്പോൾ ഈ നാൽപ്പാമരവും ഒക്കെ ആയതുകൊണ്ട്, ത്രിഫലയും നാൽപ്പാമരവും ഒക്കെയാണ് ഇതിൻ്റെ കൽക്കൻ എന്നുള്ളത് കൊണ്ട്, ആ തേങ്ങ വെന്തു വരുമ്പോൾ, പാല് വെന്തു വരുമ്പോൾ അതിൻ്റെ ഒരു കൽക്കനും ഇതിൻ്റെ കൽക്കനും കൂടെ ചേർന്നൊരു സാധനം അടി കിട്ടും. തെളിഞ്ഞ എണ്ണ മാറ്റുമ്പോൾ അത് നല്ല ടേസ്റ്റാണ് തിന്നാൻ. അതുകൊണ്ട് അമ്മമാർ നല്ല ശർക്കര ചേർത്ത് അത് ഉരുട്ടി വെക്കും. എന്നിട്ട് ലഡ്ഡു എന്ന് പറഞ്ഞ് കൊടുക്കും. അതൊക്കെ ആ കാലമൊക്കെ പോയി. തള്ളമാർക്കൊന്നും ഇപ്പം നേരെയില്ല. കാരണം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ വെറുതെ അല്ല ഭാര്യ, കഥയല്ലിത് ജീവിതം. ഇതൊക്കെ കണ്ട് ഭർത്താവിനെ കൊഞ്ഞനവും കുത്തി അയാൾ 2 തെറിയും പറഞ്ഞ് കുടുംബകലഹവും ഉണ്ടാക്കി പോകാനാണ് ഈ ജന്മം. ഒരു പാഴ് ജന്മം. അമ്മായി ശരിയാണോ പറഞ്ഞത്? അപൂർവമായി നല്ലവരുണ്ട് അല്ലേ? വന്നിരിക്കുന്നവരൊക്കെ നല്ലവരാണെന്നാണോ പറഞ്ഞതിൻ്റെ അർത്ഥം? കറണ്ട് വന്നു അതുകൊണ്ട് എനിക്കൊരു സംശയം. അപ്പം അതുകൊണ്ട് ത്വക്ക് രോഗങ്ങൾക്ക് ഇത് വളരെ ഫലപ്രദമാണ്. ഇത്തിത്തോൽ, അത്തിത്തോൽ, അരയാൽ തോൽ, പേരാൽ തോൽ, കല്ലാൽ തോൽ, വരട്ടുമഞ്ഞൾ. നാൽപ്പാമരത്തോലെന്ന് ഒന്നിച്ചെഴുതിയാൽ മതി, എഴുതാൻ എളുപ്പം അതാണ്. നാൽപ്പാമരത്തോല്, വരട്ടുമഞ്ഞൾ, നറുനീണ്ടിക്കിഴങ്ങ്.
ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം ഈ പറയുന്ന എണ്ണ നല്ല ഒന്നന്തര ഒരു ഹെയർ ഓയിലാണ്. കാരണം അതിനകത്തെ ആ നറുനീണ്ടിയുടെ സ്മെല്ല് മുമ്പിൽ നിൽക്കും. നാൽപ്പാമരത്തിൻ്റെ കൂടെ നറുനീണ്ടിക്ക് സ്മെല്ലുണ്ടെന്നുള്ള വിവരം അറിയാമല്ലോ അല്ലേ? അത് ഇവൻ്റെ കൂടെ ചേർന്നങ്ങ് മുമ്പിൽ നിൽക്കും യോഗവാഹിയായിട്ട്. അപ്പോൾ ഇത് കഷായം വെച്ച് എണ്ണ ചേർത്ത് കദളിവാഴ മാണം, അതിനും മണമുണ്ട്. കദളിവാഴയുടെ കിഴങ്ങ് മാണം എന്ന് പറയുന്നത്. ആമ്പൽ കിഴങ്ങ്, നെയ്തൽ കിഴങ്ങ്, ആമ്പലിൻ്റെ വർഗത്തിൽ തന്നെ പെട്ട ഒരു ചെടിയാണ് നെയ്തൽ, അതിൻ്റെ കിഴങ്ങ്. കരിങ്കൂവള കിഴങ്ങ്, ഇരട്ടി മധുരം, ഇലവർണം, രാമച്ചം, ചന്ദനം, എല്ലാം പറഞ്ഞുതരാം. രാമച്ചം, ചന്ദനം, വെള്ളക്കൊട്ടം, ഇത്തിത്തോൽ, അത്തിത്തോൽ, അരയാൽ തോൽ, പേരാൽ തോൽ, അതായത് നാൽപ്പാമരത്തോല്, കല്ലാലിൻ്റെ തോല്, വരട്ടുമഞ്ഞൾ, കല്ലാലിൻ്റെ തോല്, വരട്ടുമഞ്ഞൾ, നറുനീണ്ടിക്കിഴങ്ങ്, ഇത്രയാണ് കഷായം. ക്ലിയറായി? അത്രയും കഷായം ക്ലിയറായി. അത് കഷായം വെച്ചെടുത്ത് എണ്ണ ചേർത്ത് കദളിവാഴ മാണം, ആമ്പൽ കിഴങ്ങ്, നൈതൽ കിഴങ്ങ്, കരിങ്കൂവള കിഴങ്ങ്, ഇരട്ടി മധുരം, ഇലവർണം, രാമച്ചം, ചന്ദനം, വെള്ളക്കൊട്ടം, ഇവ കൽക്കൻ ചേർത്ത് കാച്ചി അരിച്ച് തേക്കുക. തലയിലും ദേഹത്തുമായുണ്ടാകുന്ന സകലമാന ത്വക്ക് രോഗങ്ങളും. അതിലേറ്റവും രസം, ഈ ഒരു തൈലത്തിന് ഡിസ്കോപ്ലാറ്റസ് എറിത്തീമറ്റോസിസ് എന്ന രോഗത്തെ കളയാൻ അപൂർവ ഫലസിദ്ധിയുണ്ട്. ഡിസ്കോപ്ലാറ്റസ് എറിത്തീമറ്റോസിസ് മിക്കവാറും മുടിയില്ലാത്ത ആളുകളുടെ തലയിൽ പ്ലേറ്റ് കമഴ്ത്തിയ പോലെ കനത്തിൽ വട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു ത്വക്ക് രോഗമാണ്. കൂടുതലും കഷണ്ടിയിലാണ് കാണുന്നത്, അല്ലാത്തതിലും വരും. സൂര്യപ്രകാശം അടിക്കുമ്പോൾ സർക്കോമയായി മാറും, ഇച്ച്തിയോസിസായി, പിന്നീട് സർക്കോമ, ക്യാൻസറായി മാറും ത്വക്കിലെ. വളരെ അപകടകാരിയായ ഒരു രോഗമാണ് ഡിസ്കോപ്ലാറ്റസ് എറിത്തീമറ്റോസിസ്. അല്ലല്ല, ഇന്ദ്രവൃത്തമൊന്നും അല്ല, അത് പേര് കേട്ട് പേടിക്കണ്ട. ഇതല്ല, ഇത് കഷണ്ടി തലയിലൊക്കെയാണ് ഉണ്ടാകുന്നത്. നമ്മളൊരു പ്ലേറ്റ് ഇങ്ങനെ കമത്തി വെച്ച പോലെ ഒന്ന് തടിച്ച് പൊന്തിയിട്ട് വട്ടത്തിൽ അപ്പം പോലെ കാണും. അതുകൊണ്ടാണ് അതിന് ഡിസ്കോപ്ലാറ്റസ് എന്ന് പറയുന്നത്. ഡിസ്കോപ്ലാറ്റസ് എറിത്തീമറ്റോസിസ് എന്നാണ് അതിൻ്റെ പുതിയ പേര്. അത് കാലാന്തരത്തിൽ സൂര്യപ്രകാശം അതിൽ അടിച്ചു കഴിഞ്ഞാൽ അൾട്രാ വയലറ്റ് തരംഗങ്ങൾ, അതായത് അങ്ങനെ വരുന്നു എന്ന് പറയുന്നത്, രസകരമായി പറയുന്നത്, ഭൂമിയിൽ ധാരാളം ചെടികൾ നിൽക്കുമ്പോൾ സൂര്യൻ്റെ പ്രകാശം ഈ ഇലകളിൽ തട്ടുന്ന സമയത്ത് അന്തരീക്ഷത്തിലെ ജലാംശത്തിൽ, അന്തരീക്ഷത്തിലൊരു ജലാംശമുണ്ട് ഉപരിതലത്തിൽ, ആ വിതാനിപ്പിലെ ജലാംശത്തിൽ ഈ സൂര്യപ്രകാശം തട്ടി പ്രതിഫലിച്ച് അപഭംഗമുണ്ടാക്കുന്ന ഈ ചെടികളുടെ നിഴല് അവിടെ വീഴും. ഋഗ്വേദം, അഥർവവേദം പറയുന്നത് ഈ നിഴൽ അവിടെ വീഴും.
പിന്നീട് വരുന്ന സൂര്യപ്രകാശം ആ നിഴലിലൂടെ അരിച്ചാണ് വരുന്നത്. മനസ്സിലായി? അത് രോഗം ഉണ്ടാക്കില്ല. നമ്മൾ അതുകൊണ്ട് ഒരു നിഴൽ വീഴുന്ന, ഇവിടുന്ന് വീഴുന്ന നിഴലും ഇവിടുന്ന് വീഴുന്ന നിഴലും ഈ ഭാഗത്തെ യോജിപ്പിക്കുന്ന വിധം മാത്രമേ കെട്ടിടം പണിയാവൂ എന്നാണ് പഴയ നിയമം. മനസ്സിലായില്ല? കെട്ടിടം പണിയുമ്പോഴും പറമ്പുകൾ സിമൻ്റ് ഇടുമ്പോഴും സസ്യങ്ങൾ മുഴുവൻ നശിപ്പിച്ച് ക്ലിയറാക്കുമ്പോഴും ഈ മുകളിലെ നീലമേലാപ്പില്ലാതാവും, അതായത് ഈ നിഴലില്ലാതാവും. മനസ്സിലായില്ല? അപ്പോൾ വരുന്ന ഈ രശ്മി മനുഷ്യ ശരീരത്തിൽ വീണ് കഴിയുമ്പോഴാണ് മാരകമായ സർക്കോമ ഉണ്ടാക്കുന്നത്. സർക്കോമ എന്നല്ല പേരെഴുതിയിരിക്കുന്നത്. മാരകങ്ങളായ ത്വക്ക് രോഗങ്ങൾ, കുഷ്ഠരോഗങ്ങളും മാരകങ്ങളായ ബ്രെയിൻ രോഗങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നാണ് വേദം പറയുന്നത്. ഞാനതിനെ ഇന്നത്തെ ഭാഷയിലേക്ക് മൊഴി മാറ്റി. കാരണം ഡിസ്കോപ്ലാറ്റസ്, എറിത്തീമറ്റോസിസ് അങ്ങനെ ആയതുകൊണ്ട് അത് ഞാൻ മാറ്റിയതാണ്. അതിൽ തെറ്റ് പറ്റിയേക്കാം, മറ്റതിൽ തെറ്റില്ല. പഴയ ആളുകൾ വളരെ ഭംഗിയായി ഇത് പഠിച്ചിട്ടുണ്ട്. ചുമ്മാ അല്ല പറഞ്ഞു തന്നത്. അതെങ്ങനെയാണ് ഈ നിഴൽ വീഴുന്നതെന്ന് വരെ കൃത്യമായി അഥർവവേദം വായിച്ചാൽ മനസ്സിലാവും. സായണന്റെ ഭാഷ്യവും മറ്റും ഗംഭീരവുമാണ് അവിടെ. അവിടെ നിങ്ങൾ ആലോചിച്ചൊക്കെ നോക്കിക്കൊള്ളുക. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ഔഷധങ്ങൾ ഏതെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്നത്. സമയമായി അല്ലേ? ആകുന്നു. 10 മിനിറ്റുണ്ട്. അഷ്ടാംഗ ഹൃദയം 15:41 നഗ്രോധാദിഗണം വ്രണവിരോപണത്തിന് ഉത്തമമാണെന്ന് പറയുന്നു. നഗ്രോധ പിപ്പല സദാപല രോഘ്രയുഗ്മം ജംബുദ്വയാർജുന കപിതന സോമവൽക്കാഹ പ്ലക്ഷാമ്ര വഞ്ചുള പിയാനല പലാശനന്തി കൊലീകദംബ വിരലാമധുകം മധുകം എന്ന അഷ്ടാംഗ ഹൃദയം പറയും. വടവൃക്ഷം, ഉദുംബരം, ലോദ്രം, അശ്വത്ഥം, പട്ടിക, ജംബു, ക്ഷുദ്രം, ബൃഹത് ജംബു, അർജുന, കപീതമ, ഖദിര, പ്ലക്ഷ, ആമ്ര, വേദസ, പ്രിയാള, പലാശ, നന്ദി, ബദരി, തിന്തുക, മധുയഷ്ടി, മധുക. ഇതിനെയാണ് നഗ്രോധാദിഗണം എന്ന് പറയുന്നത്. അതിൽ ഈ ഇത്തിയുണ്ട്. അതുകൊണ്ട് ഇത്തി വ്രണവിരോപണത്തിന് വളരെ ഉത്തമമാണ്. സുശ്രുത സംഹിതയും നഗ്രോധാദിഗണ ഗണോവ്രണ്യ സംഗ്രാഹി ഭഗ്നസാധക രക്തവിത്ത ഹരോദാഹ മേധഘ്നോ യോ നിമേഷ വൃത് എന്ന് പറയുന്നുണ്ട്. വ്രണവിരോപണത്തിന് ഉത്തമമാണെന്നും സംഗ്രാഹിയാണെന്നും മേധോനാശകരമാണെന്നും പിക്തരക്തസ്രാവങ്ങൾക്ക് ഇവ യുക്തവും തൃഷ്ണയെ നശിപ്പിക്കുന്നതും ദാഹത്തെ കുറയ്ക്കുന്നതും യോനി രോഗങ്ങളെ അകറ്റുന്നതുമാണെന്നും സുശ്രുതൻ പറയുന്നു. വീണ്ടും ചരക സംഹിത നഗ്രോധോദുംബര അശ്വത്ഥ കദംബ പ്ലക്ഷ വേദസ കരവീരാർക്ക കുടജാഹ കഷായ വൃണരോപണാഹ എന്ന് ചികിത്സിതത്തിൽ പറയുന്നുണ്ട്. നഗ്രോധം, ഉദുംബരം, അശ്വത്ഥം, കദംബം, പ്ലക്ഷം ഇതി വേദസ്, കരവീരമർക്കം, കുടജം ഇവയുടെ കഷായം വൃണരോപണമാണെന്ന് പറയുന്നത്. നഗ്രോധോദുംബര അശ്വത്ഥ പ്ലക്ഷ വേദസ വൽക്കലൈ സമസർപ്പിഷ്കൈ പ്രലേപസ്യ ക്ഷോഭ നിർവാപണ എന്ന് ചരകസംഹിത 25:46 ചികിത്സിതത്തിൽ പറയും.
ഇവയുടെയൊക്കെ തൊലി പൊടിച്ച് നെയ്യിൽ ചേർത്ത് വ്രണത്തിൽ പുരട്ടാം. ഇങ്ങനെ വളരെയേറെ പഠനങ്ങൾ നടത്തിയിട്ടുള്ള പൂർവാചാര്യന്മാരുണ്ട്. അതെല്ലാം കോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമൊന്നുമല്ല. ഈ രാജ്യത്ത് ജനിച്ചവർ മണ്ടന്മാരല്ല നിങ്ങളെപ്പോലെയെന്നൊന്നും ബോധ്യപ്പെടുത്താനാണ്. കാരണം അവർക്ക് വിവരമുണ്ടായിരുന്നുവെന്നും അവർ ഈ മണ്ണിനെ വിണ്ണാക്കിയാണ് ജീവിച്ചതെന്നും അവർ നല്ല പ്രയത്നശീലരായിരുന്നുവെന്നും അവരുടെ ജീവിതം ചൈതന്യധന്യമായിരുന്നുവെന്നും അന്യർക്ക് ഉപകാരപ്രദമായി ജീവിച്ചാണ് അവർ പോയതെന്നും അവരെഴുതി വെച്ച താളിയോലകളുടെ താളുകളിലിരിക്കുന്നിടത്തോളം കാലം ഇതിനെ തമസ്കരിക്കാൻ നിങ്ങളുടെ രാഷ്ട്രീയവും സമൂഹവും നിങ്ങളുടെ പത്രങ്ങളും എത്ര ശ്രമിച്ചാലും നടപ്പില്ലെന്നും ബോധ്യപ്പെടുത്താനാവും. കളക്ടറെ വിട്ട് താളിയോലകളെല്ലാം പെറുക്കിക്കൊണ്ടുപോവുകയും അത് വീടുകളിലൊന്നുമല്ല സൂക്ഷിക്കേണ്ടതെന്ന് പറയുകയും അത് സൂത്രത്തിൽ കത്തിച്ചു കളയുകയും ഒക്കെ ചെയ്താലും നശിക്കാത്തത്ര സമ്പത്ത് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജനാധിപത്യവും അതിൻ്റെ വിദേശ കൂട്ടായ്മകളും എത്ര കാലം നശിപ്പിച്ചാലും നശിപ്പിക്കാത്തതുണ്ടെന്നും അതിവിടുത്തെ മനുഷ്യ മനസ്സുകളിൽ നിന്ന് തട്ടി ഉണർത്തപ്പെടുമെന്നും അതുകൊണ്ട് നിങ്ങളുടെ പ്രയത്നം പാഴിലാണെന്നും അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ കളയുന്നതാണെന്നും അതുകൊണ്ട് അത്തരം ദുരഭിമാനങ്ങളൊക്കെ നിർത്തി മര്യാദയ്ക്ക് പാരമ്പര്യത്തിലേക്ക് തിരിയുന്നതാണ് കുടുംബം നിലനിൽക്കാൻ നല്ലതെന്നും അല്ലെങ്കിൽ ഇതൊക്കെ കുറ്റിയേറ്റ് പോകുമെന്നും ശക്തമായി ഓർമ്മിപ്പിക്കാനാണ് പറയുന്നത്. ശങ്കയില്ലാതെയാ പറയുന്നത്. നിങ്ങൾക്ക് എന്തു തോന്നിയാലും അല്ല, നിങ്ങൾക്ക് ഞാൻ പറയുന്നതെല്ലാം മനസ്സിലാകുമെന്ന് വെച്ചല്ല ഞാൻ പറയുന്നത്. അവിടെ നമുക്ക് ഇന്ന് നിർത്താം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഹരി ഓം.